നമസ്കാരം. പി സി ജോർജിന്റെ വിഷനാവ് ദംശിച്ചവരുടെ എണ്ണം ഭയാനകമാണ്. ആക്രമിക്കപ്പെട്ട നടി മുതൽ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ പരാതിപ്പെട്ട കന്യാസ്ത്രീകൾ വരെ. തോട്ടം തൊഴിലാളികൾക്ക് നേരെ തോക്കു ചൂണ്ടുന്നു. ടോൾ പ്ലാസ തല്ലിപ്പൊളിക്കുന്നു. കാന്റീൻ ജീവനക്കാരനെ തല്ലുന്നു. ഒരു മന്ത്രിയുടെ രാജിയിലും വിവാഹമോചനത്തിലും വരെ കലാശിക്കുന്നത്ര മാരകമാണ് ആ നാവ്. അനന്തപുരി ഹിന്ദു പാർലമെന്റിൽ ഒരു സമുദായത്തിന് നേരെ വിഷം ചീറ്റിയപ്പോൾ അറസ്റ്റിലായതാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിട്ടും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരായില്ല. അന്ന് തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങി. പുറത്തെത്തിയ ജോർജിനെ പിന്നെ കാണുന്നത് BJP-യിലാണ്. BJP-യിലെത്തിയ ജോർജ് RSSന്റെ ചാനലിലിരുന്ന് വീണ്ടും വിഷം ചീറ്റുന്നു. പരാതിയെ തുടർന്ന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ PV അൻവർ മുതൽ ബോച്ചെ വരെ പലരെയും രാഖി രാമാനം അറസ്റ്റ് ചെയ്ത പോലീസ് ആരുടെയോ അനുമതി കാത്തു നിൽക്കുകയാണ്. PC-യെ പൂട്ടാൻ പോലീസിന് വേണ്ടത് ആരുടെ അനുമതിയാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി PC ജോർജിന്റെ മകനും BJP നേതാവുമായ ഷോൺ ജോർജ്, കോൺഗ്രസ് നേതാവ് VR അനൂപ്, CPM വക്താവ് അഡ്വക്കേറ്റ് K അനിൽകുമാർ, അഭിഭാഷകൻ അഡ്വക്കേറ്റ് അമീൻ ഹസൻ എന്നിവർ. ആദ്യം ഷോൺ ജോർജിലെ. ഷോൺ, 2022 കേസിൽ അറസ്റ്റിലായപ്പോൾ ജാമ്യം നൽകിയപ്പോൾ ഉപാധികൾ വച്ചിരുന്നു അന്ന് മജിസ്ട്രേറ്റ്. മേലാൽ വിദ്വേഷ പ്രസംഗം നടത്തരുത് എന്നാണ്. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? എന്നിട്ടും ഈ ഒഫൻസ് തുടരുകയാണ് PC ജോർജ്. അപ്പോ ആദ്യമേ പറയട്ടെ, ഇപ്പോ ഇത് സംഘപരിവാർ ചാനലിലാണ് PC ജോർജ് വിഷം വിളമ്പിയെങ്കിൽ ഞാനിപ്പോ ചർച്ച ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ്. അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കാൻ തയ്യാറാകണം. ഒന്ന്, ഫ്രാങ്കോ പിതാവിന്റെ വിഷയം നിങ്ങൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രാങ്കോ പിതാവിന്റെ വിഷയത്തിൽ പിതാവ് നിരപരാധിയാണെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത് മീഡിയാവൻ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ദിലീപിന്റെ വിഷയത്തിൽ കേസ് വിചാരണ നടക്കുന്നു. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടാൽ നിങ്ങൾക്ക് വിമർശിക്കാൻ അവകാശമുണ്ട്. ക്യാന്റീൻ ജീവനക്കാരൻ PC ജോർജ് തല്ലിയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. PC ജോർജിന്റെ PA അദ്ദേഹത്തെ കയ്യേറ്റം ശ്രമിക്കാൻ PC ജോർജിനോട് റൂമിൽ വന്ന് മോശമായി പെരുമാറിയപ്പോൾ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞതിനാണ് ക്യാന്റീൻ ജീവനക്കാരനെ തല്ലി എന്നുള്ള പരാതി. ഇതൊക്കെ നിങ്ങളോടത്ത് ഇപ്പം വിശദീകരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ ക്യാപ്ഷനിൽ ചർച്ച നടത്തുമ്പോൾ എനിക്ക് അങ്ങനെ വിശദീകരിക്കാൻ കഴിയും. പിന്നെ PC ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയത്തെ ഞാനും ന്യായീകരിക്കുന്നില്ല. ഞാനും അതിനെ 100% അത് തെറ്റായിപ്പോയി എന്ന് തന്നെ പറയുന്നു. അത് ഞാൻ പറയുന്നത് മാത്രമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് പ്രകോപനപരമായ ചോദ്യങ്ങൾക്ക് അന്ന് ആ ഒരു ക്ലിപ്പിങ്ങിന് അപ്പുറത്തേക്ക് ആ ചാനൽ ചർച്ച മുഴുവൻ ഒന്ന് കാണണം. അവിടെ വന്നിരുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളെ കുറിച്ച് നിങ്ങളൊന്ന് കേൾക്കണം. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു, അദ്ദേഹം അത് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഇന്ത്യ മഹാരാജ്യം സ്നേഹിക്കുന്ന മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളോടും ഞാൻ മാപ്പ് പറയുന്നു, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞതാണ്. അതിനുശേഷം 2 ദിവസം മീഡിയ വണ്ണിന്റെ നീണ്ട ചർച്ചകളുടെ കാരണമാണ് ഇന്നലെ FIR ഇട്ടത്. ഞാനൊരു FIR ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു പ്രതിയുടെയും അവകാശമാണ് ആ FIR-ന്റെ കോപ്പി കിട്ടുക എന്നുള്ളത്. എന്നാൽ ഈ നിമിഷം വരെയും ആ FIR-ന്റെ കോപ്പി പുറത്തു തരാൻ ഞാൻ ഇപ്പോഴും സ്റ്റേഷനിൽ ആളെ കിട്ടും. ഇപ്പോഴും ആ കോപ്പി പോലും തരാൻ പോലീസ് തയ്യാറാവുന്നില്ല. അപ്പോൾ ഇത് എന്താണ്? രാവിലെ ഞാൻ 7 പ്രാവശ്യം ഇരാറ്റുപെട്ട CI വിളിച്ചു, 6 പ്രാവശ്യം SI വിളിച്ചു, DYSP 5 പ്രാവശ്യം വിളിച്ചു, കോട്ടയം SP-നെ 3 പ്രാവശ്യം വിളിച്ചു. ഇവരാരും എന്റെ ഫോൺ എടുക്കുന്നില്ല. എന്താ? ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടെടുത്തേക്കുന്ന കേസാണ്. ഇവർക്കാർക്കും എന്നോട് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പോ ആസൂത്രിതമായി PC ജോർജിനെ പെടുത്തി ആരെങ്കിലും, നിങ്ങൾ 2 ദിവസമായിട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി പോലെ തന്നെ ആരെയെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ഇതെങ്കിൽ അതിനൊന്നും നിന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഷോൺ ജോർജ്, ഞാൻ ഈ PC ജോർജിന്റെ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻട്രോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ പറയുന്നത് ഒരു നിമിഷം ഷോൺ ജോർജ്, അങ്ങനെയല്ല. തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട്, തുടർച്ചയായി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട് തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, 5-6 കേസുകളുണ്ട്. 2 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ പിന്നെ എന്തെന്ന് വിളിക്കണം? പുണ്യവാളെന്ന് വിളിക്കണോ ഷോൺ ജോർജ്? അല്ല, അദ്ദേഹം ഒരിക്കൽ അറസ്റ്റിലായത് പീഡന കേസിലാണ്, ഒരിക്കൽ അറസ്റ്റിലായത് വിദ്വേഷ പ്രസംഗത്തിലാണ്. ഇപ്പൊ വീണ്ടും അറസ്റ്റിലാൻ പോകും. പിന്നെ അദ്ദേഹത്തെ പിന്നെ എന്താ വിളിക്കേണ്ടത്? ഹാബിച്വൽ ഒഫൻഡർ എന്നല്ലാതെ. അപ്പൊ നിങ്ങൾ ഈ കോടതിക്ക് വരെയൊന്നും പറഞ്ഞില്ലേ? കോടതി എന്തുകൊണ്ടാ ജാമ്യം കൊടുത്തേ? അല്ല, ജാമ്യം കിട്ടിയ കേസിൽ നിന്ന് ഒഴിവായോ? ജാമ്യം ലഭിക്കുമ്പോൾ കോടതി അദ്ദേഹത്തോട് പറഞ്ഞ ഉപാധിയാണ് ഇനി വിദ്വേഷ പ്രസംഗം നടത്തരുതെന്ന്. ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുള്ളത് ഷോൺ ജോർജ്.
മീഡിയ വേണ്ട ചെലവിന് വരുന്ന ജമാഅത്തെ ഇസ്ലാമിയോട് വിചാരിച്ചാൽ തീർന്നു പോകുന്ന വ്യക്തിയാണ് പി സി ജോർജ്. അതങ്ങനെയല്ല. അതിപ്പോ ആര് ചെലവിനായിരുന്നു അദ്ദേഹം ആബിച്വൽ ഒഫൻഡർ ആണെന്നുള്ള ഫാക്ട് ആണ്. ആ ഫാക്ടിനെതിരെ അങ്ങ് ക്ഷുഭിതനായിട്ട് എന്താ കാര്യം? അല്ല, അദ്ദേഹം ഹാബിച്വൽ ഒഫൻഡർ ആണ്, അതിൽ അങ്ങ് ക്ഷുഭിതനായിട്ട് കാര്യം. അതൊരു ഫാക്ട് ആണ്, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങ് ഒരു അഭിഭാഷകനാണെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തിട്ടാണ് ഇനി കേസുമായി മുന്നോട്ട് പോകാൻ. വികാരം കൊണ്ടിട്ട് കാര്യമില്ല. 44 വർഷം ഒരു മണ്ഡലത്തിൽ നിന്ന് നിയമസഭ പ്രധാനം ചെയ്ത വ്യക്തിയാ. പൂഞ്ഞാറുകാർ മുഴുവൻ പൊട്ടന്മാരായതുകൊണ്ടൊന്നല്ല, നിങ്ങളുടെ വർഗീയത കൊണ്ട് മാത്രം കഴിഞ്ഞ പ്രാവശ്യം തോറ്റു. ശരിയാണ്. അദ്ദേഹം തോറ്റത് പിന്നെ പൂഞ്ഞാറുകാർ പൊട്ടന്മാരായതുകൊണ്ടാണോ? ആ വർഗീയത അവസാന തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് പൂഞ്ഞാറുകാർ പൊട്ടന്മാരായിട്ടാണോ? ആണോ ഷോൺ ജോർജ്? ഇനിയും ആ വർഗീയതക്കെതിരെ ശബ്ദിക്കുന്നതിന് തോറ്റല്ല, ഇനി അതിന്റെ പേരിൽ അല്ല, ഇതൊക്കെ പോട്ടെ. ഈ 2 പ്രാവശ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്ത് കേസിലാണ്? അല്ല, അദ്ദേഹം നിങ്ങൾ പറയുന്നത് പോലെ കുറ്റവാളിയല്ല, ഒരു സ്ഥിരം കുറ്റവാളി അല്ലെങ്കിൽ അദ്ദേഹം 2 പ്രാവശ്യം അറസ്റ്റിലായത് എന്ത് കാര്യത്തിലാണ്? ഷോൺ ജോർജ് വികാരങ്ങളിലല്ലേ? വികാരങ്ങൾ, അങ്ങയുടെ വികാരം എനിക്ക് മനസ്സിലാവും. അദ്ദേഹത്തെ അങ്ങയുടെ പിതാവാണ്. അദ്ദേഹം 2 പ്രാവശ്യം അറസ്റ്റിലായത് എന്തിനാണ്? ഏത് കോടതിയാണ്? അല്ല ഷോൺ ജോർജ്, അദ്ദേഹം 2 തവണ അറസ്റ്റിലായത് എന്തിനാണ്? അറസ്റ്റിലായത് പോലീസോട് ചോദിക്കണം. പക്ഷെ കോടതി എന്താ വെറുതെ വിട്ടെ? ഏത് കേസിലാണ് വെറുതെ വിട്ടെ? അദ്ദേഹം അറസ്റ്റിലായ 2 കേസിലും കോടതി വെറുതെ വിട്ടോ അദ്ദേഹത്തെ? രണ്ട് കേസിലും എന്തുകൊണ്ടാണ് ജാമ്യം തന്നെ? ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ കുറ്റവാളിയല്ലാതാവോ? ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ കുറ്റവാളിയല്ലാതാവോ? അതേ ചോദ്യമാണ് പറയുന്നത്. ഈ ഫ്രാങ്കോ പിതാവിന്റെ വിഷയത്തിലും ദിലീപിന്റെ വിഷയത്തിലും കോടതി വിധി വരാതെ എങ്ങനെയാ അവർ കുറ്റവാളിയാകുന്നത്? അല്ല, ഫ്രാങ്കോ പിതാവിന്റെ വിഷയത്തിൽ പി സി ജോർജ് നടത്തിയ അഭിപ്രായ പ്രകടനത്തെ കുറിച്ചായിരുന്നു എന്റെ പരാമർശം. അത് ഫ്രാങ്കോ കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളതല്ല. ഫ്രാങ്കോ പിതാവിനെതിരെ പരാതി ഉന്നയിച്ചവരെ പി സി ജോർജ് വിളിച്ച പേരെന്താണ്? ഷോൺ ജോർജ്. ഫ്രാങ്കോ പിതാവിനെതിരെ പരാതി ഉന്നയിച്ച കന്യാസ്ത്രീകളെ പി സി ജോർജ് വിളിച്ച പേരെന്താണ്? ഫ്രാങ്കോ പിതാവിനെതിരെ പരാതി ഉന്നയിച്ച കന്യാസ്ത്രീകളെ പി സി ജോർജ് വിളിച്ച പേരെന്താണ്? ഷോൺ ജോർജ്. കോടതിയിൽ വിധവിട്ടാണല്ലേ? ഫ്രാങ്കോ പിതാവിനെ വിട്ടു, പക്ഷെ പി സി ജോർജ് വിളിച്ച പേരെന്താണ് ആ കന്യാസ്ത്രീകളെ? അതാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം അതാണ്, അല്ല ഫ്രാങ്കോ കുറ്റം ചെയ്തില്ല എന്നുള്ളതല്ല. നിങ്ങൾ ഇത് എങ്ങനെ അവതരിപ്പിച്ചേനെ? ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് ഇല്ലെന്നെങ്കിൽ ഫ്രാങ്കോ പിതാവ് മോശക്കാരൻ എന്ന് ഞാൻ പറഞ്ഞില്ല. ഫ്രാങ്കോ പിതാവ് മോശക്കാരൻ എന്ന് വാക്ക് ഞാൻ പറഞ്ഞില്ല. ആ ഫ്രാങ്കോയ്ക്കെതിരെ പരാതി ഉന്നയിച്ച കന്യാസ്ത്രീയെ പി സി ജോർജ് വിളിച്ച പേര് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? അങ്ങേക്ക് ഓർമ്മയുണ്ടോ പേരെന്താണോ? നിങ്ങൾക്ക് ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFI ഡൽഹി ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. നിങ്ങൾ എന്താ ആ വിഷയം ചർച്ച ചെയ്യാത്തത്? SFI എന്താണ് വീണയ്ക്കെതിരെ പറഞ്ഞത്? അങ്ങനെ ഒരു വാർത്തയില്ല. വീണയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല. CMR അഴിമതി നടത്തിയെന്നുള്ള വാർത്തയുണ്ട്. അങ്ങേക്ക് അത് ഇഷ്ടപ്പെട്ട വിഷയമാണ്, നമുക്ക് ചർച്ച ചെയ്യാം. അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. കുറഞ്ഞ പക്ഷേ SFIയുടെ റിപ്പോർട്ട് പുറത്തുവരെ ചർച്ച ചെയ്യാം. പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾ മറുപടി പറ. പി സി ജോർജ് ഫ്രാങ്കോ പിതാവിനെതിരെ പരാതി കൊടുത്ത കന്യാസ്ത്രീകൾ വെച്ച പേരെന്തായിരുന്നു? എന്താ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം. അത് നിങ്ങൾ പിന്തുണയ്ക്കുകയാണ്. അക്കാര്യത്തിൽ നിങ്ങൾ പിന്തുണയ്ക്കുകയാണ്. ഞാൻ ഓർക്കത്തില്ല. എങ്ങനെ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം, എനിക്കറിയത്തില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കണം. അതിന് പരാതി അവർ കൊടുക്കട്ടെ. ഓക്കെ, നിങ്ങളിപ്പോ അവസാനത്തെ വിദ്വേഷ പ്രസംഗത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ചെയ്ത ഒഫൻസുകളെ കുറിച്ച്, അദ്ദേഹം അറസ്റ്റിലായ ഒഫൻസുകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങ് ക്ഷുഭിതനാവുകയാണ്. അദ്ദേഹം 2 കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഒന്നൊരു പീഡന പരാതിയിലും മറ്റൊന്ന് വിദ്വേഷ പ്രസംഗത്തിലും. അത് മജിസ്ട്രേറ്റ് കോടതിയിലോട് ചെന്നപ്പോഴേ ജാമ്യം കിട്ടും. അവിടെ ഇരിക്കുന്ന മജിസ്ട്രേറ്റ് അത്ര വിവരമില്ലാത്ത ഒരാളോ? ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് ഒരാൾ കുറ്റവാളിയല്ലാതാവുന്നുണ്ടോ? പ്രതിപട്ടികയിൽ ഒഴിവാകുന്നുണ്ടോ? ഷോൺ ജോർജ് അങ്ങനെ അഭിഭാഷകനല്ലേ? അവര് കൃത്യമായി അവര് BJP-കാരിയൊന്നുമല്ല. അവിടെ ഇരിക്കുന്ന മജിസ്ട്രേറ്റ് BJP-കാരിയൊന്നുമല്ല. അല്ല, ഒരു കേസിൽ ജാമ്യം കിട്ടി കഴിഞ്ഞാൽ അതിന് കുറ്റവിമുക്തനായി എന്നാണോ? അങ്ങനെ അഭിഭാഷകനല്ലേ? ബെയിൽ എങ്ങനെ കിട്ടിയത്? ഹൈക്കോടതി അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരൊക്കെ ബെയിൽ കിട്ടി കഴിഞ്ഞാൽ ഒരാൾ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാകുന്നുണ്ടോ? അയാൾ കുറ്റം ചെയ്തില്ല എന്ന് തെളിയുന്നുണ്ടോ? കിട്ടിയാൽ ഒരാൾ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാകുന്നുണ്ടെങ്കിലും ഒരാൾക്ക് ബെയിൽ കിട്ടണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവും. ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് എക്സെപ്ഷൻ. അങ്ങനെയാണ് രാജ്യത്തെ നിയമം, അങ്ങനെയാണ്. അതൊക്കെ സംഭവിച്ചു. എന്താണെങ്കിലും അദ്ദേഹത്തിന് പിടിച്ചോണ്ട് നോൺ ബെയിലബിൾ ഒഫൻസുമായിട്ട് പിടിച്ചോണ്ട് പോയ ഒരാളെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. അല്ല, അതിനകത്ത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, അത്രേ ഉള്ളൂ. വിദ്വേഷ പ്രസംഗത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കോടതിയിലാക്കിയപ്പോൾ അന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായില്ല. പോലീസിന്റെ വാദം അവതരിപ്പിക്കുന്ന ഒരു അഭിഭാഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. ജാമ്യം ലഭിക്കുമ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യം വിദ്വേഷ പ്രസംഗം നടത്തരുതെന്നാണ്. ഇത് 2022-ലാണ്. 3 വർഷം തികയുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നത്. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാനല്ലല്ലോ, അദ്ദേഹം തന്നെ പിൻവലിച്ചല്ലോ. ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു കാര്യം ചെയ്യും, മീഡിയ വേണം ജമാഅത്തെ ഇസ്ലാമിയും കൂടെ അങ്ങനെ തൂക്കിക്കൊല്ല അദ്ദേഹത്തെ. അല്ല പിന്നെ എന്ത് ചെയ്യാനാ? അല്ല, ഇത് കോടതിയൊന്നും അല്ല ഷോൺ ജോർജ്, കോടതിയൊന്നും അല്ല, ഇത് കോടതിയുമല്ല, വിദ്വേഷം പുറപ്പെടുവിക്കുന്ന ഫാക്ടറിയുമല്ല. ഞാൻ അങ്ങയിലേക്ക് വരാം, അങ്ങയിലേക്ക് ഞാൻ മടങ്ങി വരാം. പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ ക്ഷമാപണം നടത്തി അതുകൊണ്ടാ ചെയ്യുന്നത്. ഓക്കെ, ശ്രീ വി ആർ അനൂപ്, ഷോൺ ജോർജ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, അദ്ദേഹം പറഞ്ഞുപോയി, ഒരു വികാര വിക്ഷോഭത്തിൽ പറഞ്ഞുപോയി, പക്ഷേ അദ്ദേഹം പിറ്റേന്ന് ഫേസ്ബുക്കിൽ ക്ഷമാപണം നടത്തിയതാണ്. അപ്പോൾ ഈ കേസ് കരുതിക്കൂട്ടിയുള്ളതാണ്, സർക്കാരിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ്, FIR പോലും കിട്ടുന്നില്ല ഷോൺ ജോർജിന് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എപ്പോഴും സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് കുറേ കാലമായി PC ജോർജ് എന്ന് പറഞ്ഞാൽ ഒരു പച്ചത്തെറിയുടെ ചുരുക്കെഴുത്താണ്. അദ്ദേഹം കേരളീയ പൊതുമണ്ഡലത്തിൽ അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച വിഷം നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ നിരന്തരമായി അദ്ദേഹം നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചരണമുണ്ട്. അത് കേവലം മുസ്ലിം വിരുദ്ധമായ പ്രചരണങ്ങളിൽ ഒതുങ്ങുന്നതല്ല. ഈഴവ സമുദായത്തെ വംശീയമായി ആക്രമിച്ചതിൻ്റെ പേരിൽ അവിടുത്തെ SNDP യൂണിയൻ അദ്ദേഹത്തിനെതിരെ തെരുവിലിറങ്ങുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വംശീയമായി ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും 18-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ഒരാളുടെ മനോഭാവത്തിന്റെ പേരാണ് PC ജോർജ് എന്ന് പറയുന്നത്. ഇവിടെ PC ജോർജുമാർ ഇത്തരം നിരന്തരമായി വംശീയ വിദ്വേഷം പ്രസരിപ്പിക്കുമ്പോൾ അതിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതാരാ? ഇവിടുത്തെ സർക്കാരാണ്. ഇതൊരു പുതിയ സംഭവമല്ലല്ലോ, PC ജോർജ് മാത്രമല്ലല്ലോ. PC ജോർജ് ഇവിടെ നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇത്തരം കേസുകൾ സർക്കാർ എടുക്കുന്ന സ്ഥിതി എന്താ? നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു MLA അദ്ദേഹം മണ്ഡലത്തിലെ ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഒരു സമരത്തിന്റെ ഭാഗമായി അദ്ദേഹം ആ സമരത്തിൽ ഏർപ്പെടുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഒരു സംഭവത്തിന്റെ പേരിൽ കലാപാഹനത്തിന് കേസെടുക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്ത നടപടിയെ നമ്മൾ ആരും അനുകൂലിക്കുന്നില്ല. പക്ഷെ അതിനകത്ത് പോലീസ് പിന്തുടരുന്നൊരു വേഗമുണ്ട്. അങ്ങനെ വേഗത്തോടുകൂടി പിന്തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ PC ജോർജിന്റെ കാര്യത്തിൽ മാത്രമല്ല, അത് PC ജോർജിൽ മാത്രമായി പരിമിതപ്പെടുത്തേണ്ടതുമല്ല. സംഘപരിവാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ കേരളത്തിൽ CPM-ന്റെ സർക്കാർ, പിണറായി വിജയന്റെ ഗവൺമെന്റ് അവലംബിക്കുന്ന ഒരു പതിവ് മനോഭാവമുണ്ട്, ഒരു പതിവ് മൗനമുണ്ട്, ഒരു പതിവ് മെല്ലെപ്പോക്കുണ്ട്. ഞാനിവിടെ ഇക്കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചാനലിൽ തന്നെ വന്നിരുന്ന് നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ നവംബർ 11, ഇപ്പോൾ 2 മാസമാവുകയാണ്, ഡിസംബർ കഴിഞ്ഞു ജനുവരി ആയി, കേരളത്തിൽ BJPയുടെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു മാന്യൻ പറഞ്ഞത് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം അത് വഖഫ് ഭൂമിയാകും, ശബരിമലയിലെ ബാബരുടെ സന്നിധാനം നാളെ മുസ്ലിങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന പച്ചപ്പുല്ലിന് തീ പിടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ട് കലാപാഹനത്തിന് കേസെടുക്കാൻ പോയിട്ട് അതിനകത്തൊരു എൻക്വയറി നടത്താൻ പോലും, പരാതി കൊടുത്ത ആളെ വിളിക്കാൻ പോലും ഇവിടുത്തെ കേരളത്തിലെ പോലീസ് തയ്യാറാകുന്നില്ല. PC ജോർജ് ഉന്നയിച്ച കാര്യങ്ങൾ എന്താ? PC ജോർജ് ആ പ്രസംഗത്തിൽ പറഞ്ഞ ചാനൽ ചർച്ചയിൽ RSSന്റെ ചാനലിൽ സംഘപരിവാറിന്റെ ജുഹയിൽ പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് തന്നെ, അതിന്റെ ടെക്സ്റ്റ് തന്നെ പരിശോധിച്ചാൽ LDF ഇവിടെ പറഞ്ഞതിന്റെ ഒരു വിപുലീകരണമാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അകത്ത് മുസ്ലിം വർഗീയതയെ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി നേട്ടം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് PC ജോർജിന്റെ ശൈലിയിൽ നേർപ്പിച്ച വർഗീയതയെ ഇരട്ടിപ്പിച്ച് PC ജോർജ് പറയുകയാണ് ചെയ്തത്. ഇവിടെ ഇടതുപക്ഷം കാലാകാലങ്ങളായി സെറ്റ് ചെയ്യുന്ന ഒരു അജണ്ട അതിതീവ്രമായി പ്രയോഗിക്കുകയാണ് PC ജോർജും ജോർജിന്റെ സഹപ്രവർത്തകന്മാരും ചെയ്യുന്നത്. അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് PC ജോർജ് സൃഷ്ടിച്ചെടുത്തതല്ല. ഇവിടെ ഇന്ന് ക്രിസംഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾക്കും മെറ്റീരിയൽ കൊടുത്തത്, വെള്ളവും വളവും കൊടുത്തത്, അതിനെ പോഷിപ്പിച്ചത് ഈ പറയുന്ന CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. അങ്ങനെ 2 തരത്തിലാണ് ഇത് കാണിക്കേണ്ടത്. ഒന്ന്, ഇതിനുള്ള അജണ്ട CPM നിർമ്മിച്ചു കൊടുക്കുന്നു, അത് PC ജോർജിനെ പോലുള്ള ആളുകൾ ഏറ്റുപറയുന്നു, PC ജോർജുമാർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നു. 2, സംഘപരിവാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ കേരളത്തിലെ പോലീസ് സംവിധാനം, കേരളത്തിന്റെ ഭരണ നേതൃത്വം നിഷ്ക്രിയമാകുന്നു, മെല്ലെ പോക്ക് നടത്തുന്നു. ഇത് രണ്ടും വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട്, ഇത് രണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിനെ അനുകൂലിക്കുന്ന അഡ്വക്കേറ്റ് അമീൻ ഹസൻ, ഈ തിരുവനന്തപുരത്ത് ഹിന്ദു പാർലമെന്റിൽ PC ജോർജ് നടത്തിയൊരു വിദ്വേഷ പ്രസംഗം വലിയ വിവാദമായതാണ്. അതിനുശേഷം അദ്ദേഹത്തെ 2022 അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ, മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ ജാമ്യം ലഭിച്ചു. ആ ജാമ്യം ലഭിക്കുമ്പോഴുള്ള ഒരു ഉപാധി ഇനി വിദ്വേഷ പ്രസംഗം നടത്തരുതെന്നാണ്. ആ കേസ് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിവ്. പക്ഷേ ഇവിടെ ഈ ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ ഈ പരാമർശം, ആ പരാമർശത്തെ തുടർന്ന് പിറ്റേന്ന് തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നു. അത് മുഴുവൻ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട്, അത് ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ആ മാപ്പ് കൊണ്ട് കേസ് ഒഴിവാകുമോ?
അജിംസ്, അത് വളരെ ലളിതമായൊരു ചോദ്യമാണ്. ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് മാപ്പ് പറഞ്ഞാൽ കേസില്ലാതാവില്ലല്ലോ. അത് നമ്മളിപ്പോൾ ഒരു വ്യക്തിപരമായി ഞാൻ അജിംസിനോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ഞാൻ അജിംസിനോട് മാപ്പ് പറയുകയും അജിംസ് എനിക്ക് വിട്ടുതരികയും ചെയ്താൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അത് പരിഹരിക്കപ്പെടും. ഇതൊരു എല്ലാ ക്രിമിനൽ കുറ്റകൃത്യങ്ങളും സമൂഹത്തോട് ചെയ്യുന്ന കുറ്റകൃത്യമാണ്. PC ജോർജ് ചെയ്തിട്ടുള്ളത് മുസ്ലിം സമുദായത്തോട് മാത്രം ചെയ്തിട്ടുള്ള ഒരു കുറ്റകൃത്യമല്ല. PC ജോർജ് ഈ സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണ്. പോലീസ് കേസെടുത്തിട്ടുള്ളത് പോലെ തന്നെ അത് വ്യത്യസ്ത മതസമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തണമെന്നുള്ള ഗൂഢാലോചനയോടുകൂടിയുള്ള ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു പ്രസ്താവനയാണ്. ജനം ടിവിയുടെ ആ ചർച്ച തന്നെയും ആ ലക്ഷ്യത്തിൽ മാത്രമുള്ള ഒരു ചർച്ചയായിരുന്നു എന്ന് നമുക്ക് ചർച്ച കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മാപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ക്രിമിനൽ കുറ്റകൃത്യത്തിന്റെ തീവ്രത കുറക്കുന്നതോ ഒന്നുമല്ല. അതിപ്പോ നമ്മളൊരു അവഹേളനം എന്ന തലത്തിൽ ഒരു ഡിഫമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞാൽ മാപ്പ് പറയുന്നതിനെയൊക്കെ കോടതികൾ പരിഗണിച്ചേക്കാം. അതേസമയം അതീവ ഗൗരവമുള്ള മതസ്പർദ്ധ വളർത്തുന്ന കരുതിക്കൂട്ടിയുള്ള ഒരു പ്രസ്താവന, ഒരു മതസമൂഹത്തെ ഒന്നാകെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ട് അതിൽ മാപ്പ് പറയുന്നതിന് ഒരു പ്രസക്തിയില്ല. PC ജോർജിന് അറിയാവുന്ന ആളുകൾക്കൊക്കെ അതിന്റെ ആത്മാർത്ഥത അറിയാവുന്നതാണ്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അതേസമയം ഇവിടെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം, ഇപ്പോൾ നേരത്തെ ഹിന്ദു പാർലമെന്റിലെ PC ജോർജിനെതിരെ കേസെടുത്തത് അജിംസോട് സൂചിപ്പിച്ചല്ലോ. അത് വളരെ നാടകീയമായ അറസ്റ്റും കോടതി ജാമ്യം കൊടുക്കുകയൊക്കെ ചെയ്തു. അതേസമയം ആ ഹിന്ദു പാർലമെന്റിലെ ഓരോ ഇവന്റുകളും ആ പരിപാടി തന്നെയും, ഇപ്പോൾ ഹിന്ദു പാർലമെന്റ് എന്ന പേര് നമ്മൾ അതിന്റെ കോണ്ടെക്സിൽ നിന്ന് മാറ്റിയിട്ട് ആളുകളോട് സംസാരിച്ച ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. അതൊരു ഹിന്ദുത്വ പാർലമെന്റ് ആയിരുന്നു, ഒരു ഹിന്ദുത്വ പാർലമെന്റ് ആയിരുന്നു. വലിയ രീതിയിലുള്ള ഇസ്ലാം ഭീതി പ്രചരിപ്പിക്കുന്ന, പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വലിയ സമ്മേളനത്തിന് തിരുവനന്തപുരം വേദിയാകുന്നു. കേരള പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മൂക്കിനു താഴെ നടന്ന ആ സമ്മേളനത്തിൽ PC ജോർജിനെതിരായ ഒരു വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നപ്പോൾ ഒരു കേസെടുത്തത് ഒഴിച്ചു നിർത്തിയാൽ ആ പരിപാടിയിൽ നടന്നിട്ടുള്ള അതീവ ഗൗരവമുള്ള വർഗീയമായ ക്യാമ്പയിനുകൾ ആ പരിപാടി തന്നെയും ആ ലക്ഷ്യത്തോടു കൂടിയുള്ളതായിട്ടും ഒരു നടപടിയും കേരള പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ PC ജോർജിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ വന്നതിന് ശേഷം 4ാമത്തെ ദിവസം പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തു. ഒരുപക്ഷെ സർക്കാരിന് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടിയുണ്ടെങ്കിൽ PC ജോർജിനെ ചിലപ്പോൾ ഒരു അറസ്റ്റ് ചെയ്യുകയോ ഒരു നാടകമോ ഒക്കെ നടന്നേക്കാം. അതേസമയം കേരള പോലീസ് ഇപ്പം അജിംസിനും അറിയാലോ, ഈ മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ വ്യാപകമായിട്ട് കേരള പോലീസ് കേസെടുക്കുന്നുണ്ട് സ്വമേധയാ. അപ്പം എന്റെ കയ്യിൽ തന്നെ ധാരാളം FIRകളുണ്ട്, ഞാൻ വേണമെങ്കിൽ എടുത്ത് വായിച്ചു തരാം. അതിൽ പറയുന്നത് വെച്ചാൽ തിരുവനന്തപുരത്തെ സൈബർ സെല്ലിൽ നിന്നും അയച്ചു കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു എന്നാണ്, അല്ലെങ്കിൽ SP ഓഫീസിലെ വിവരത്തിൽ അയച്ചു കിട്ടിയ വിവരത്തിന്റെ പേരിൽ കേസെടുത്തു. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എന്താ ഉണ്ടാവുമെന്നറിയോ? ഒന്നുകിൽ പോലീസിനെ വിമർശിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മക്തൂബ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിന് ഒരു ഓൺലൈൻ പോർട്ടലിനെതിരെ ഒരു കേസെടുത്തിരുന്നു. എന്തിനായിരുന്നു? കളമശ്ശേരി സംഭവത്തെ തുടർന്ന് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. ആ വാർത്തയിൽ പറയുന്നത് കേരള പോലീസ് പാനായിക്കുളം കേസിൽ വെറുതെ വിട്ടിട്ടുള്ള ആളുകളെ കളമശ്ശേരി കേസിൽ അനാവശ്യമായി കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു. ആ വാർത്തയുടെ പേരിൽ മക്തൂബ് മീഡിയക്കെതിരെ കേസെടുത്തു. അതേസമയം കളമശ്ശേരി സംഭവത്തെ ഒരു മുസ്ലിം തീവ്രവാദികളുടെ ആക്രമണമാണ് എന്ന് വളരെ പരസ്യമായി പറഞ്ഞ ഒരു ചാനൽ, റിപ്പോർട്ടർ ചാനലും ഇപ്പോൾ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാർ ഉണ്ടായിരുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള ആളുകൾ വരെ അത്തരത്തിലുള്ള ക്യാമ്പയിൻ നടത്തി. അതിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് ഈ തരത്തിൽ ഇപ്പോൾ പ്രതീഷ് വിശ്വനാഥിന്റെ കാര്യം നമുക്കറിയാം. ആയുധ പ്രദർശനം നടത്തിയിട്ടും നോട്ട് ഇൻ കേരള എന്ന് പറഞ്ഞ കേരള പോലീസിനെ നമ്മൾ കാണുന്നുണ്ട്. ഒരു വശത്ത് സ്വാഭാവികമായ RSS വിമർശനങ്ങളെ, സർക്കാരിനെതിരായ വിമർശനങ്ങളെ, പോലീസിനെതിരായ വിമർശനങ്ങൾക്കൊക്കെ തന്നെ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും പ്രവാസികളായ മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ വ്യാപകമായി കേസെടുക്കുക. അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് അറിയാം? 153A കേസെടുക്കും. പോലീസ് ഒന്നുകിൽ ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ എയർപോർട്ടിൽ വരുമ്പോൾ തടഞ്ഞു വെക്കും. ഒന്നുമില്ലെങ്കിൽ അവരുടെ പാസ്പോർട്ടിനെങ്കിലും, പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് കേസ് 153 ആയിട്ട് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഈ പാവങ്ങൾ കേസ് നടത്തി കോടതിയിൽ കേസ് നടത്താൻ കഴിയാത്തതുകൊണ്ട് ഫൈൻ അടച്ച് കുറ്റവാളികളാണെന്ന് സ്വയം സമ്മതിച്ച് വീട്ടിൽ പോകും. ഇത് വ്യാപകമായി ചെയ്യുന്ന കേരള പോലീസ് വർഗീയമായ പ്രചരണങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ മീഡിയകളിൽ വ്യാപകമായി, ഇപ്പം ABC മലയാളം, മറുനാടൻ മലയാളി തുടങ്ങിയിട്ടുള്ള ചാനൽ, യൂട്യൂബ് ചാനലുകളിൽ ഒരു ദിവസം 3 വീതം 153A കേസെടുക്കാവുന്ന തരത്തിൽ
വ്യാപകമായ വംശീയവും വർഗീയവും മുസ്ലിം വിരുദ്ധവുമായ പ്രചാരണങ്ങൾ നമ്മുടെ സമൂഹത്തെ പോളറൈസ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി വ്യാജങ്ങൾ മാത്രം പ്രചരിപ്പിച്ചിട്ടും കേരള പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ആളുകൾ പരാതി കൊടുത്താൽ പോലും കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവാതിരിക്കുന്നു. അതേസമയം മറുവശത്ത് അനാവശ്യമായി ആളുകളുടെ പ്രതികരണ ശേഷിയെ തകർക്കുന്ന തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പ് നിലനിൽക്കുന്നത് കൊണ്ടാണ് ജനൻ ടിവിക്കും പി സി ജോർജിനും ഈ തരത്തിലുള്ള വർഗീയവും വംശീയവുമായ പ്രചാരണങ്ങൾ ആവർത്തിച്ച് നടപ്പിലാക്കാനും ഇങ്ങനെ ഷോൺ ജോർജ് ഇപ്പൊ എന്താ പറയുന്നത്, എന്തുതരം ഒഡാസിറ്റി അഹങ്കാരത്തോടു കൂടിയാണ് പി സി ജോർജിന്റെ ഈ പ്രവർത്തനങ്ങളെ അവർ ന്യായീകരിക്കുന്നത്. അത് കേരള പോലീസിന്റെ സംരക്ഷണം ലഭിക്കും, ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടത്തിൽ കേരള പോലീസിന്റെ സംരക്ഷണം ലഭിക്കും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ നിലപാട് മാറാതെ. ഇപ്പോ ജസ്റ്റിസ് കെ എം ജോസഫിന്റെ ജഡ്ജ്മെന്റ് സുപ്രീം കോടതി ഹെയ്റ്റ് സ്പീച്ചിനെതിരെ അതിശക്തമായി നടത്തിയിട്ടുള്ള ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്, സ്റ്റേറ്റിന്റെ ഈ അനങ്ങാപ്പാറ നയം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ച് കേരളത്തിൽ വ്യാപകമായി നിലനിൽക്കുന്നത്. കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഹിന്ദുത്വവാദികളുടെ സംഘപരിവാറിന്റെയും ഈ സ്കാസ അടക്കമുള്ള സംഘടനകളുടെയും വ്യാപകമായ ഹെയ്റ്റ് സ്പീച്ച് നിലനിൽക്കുമ്പോഴും പോലീസ് പരാതികൾ ഉണ്ടായിട്ട് പോലും നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് അജിംസിന് അറിയാം, വ്യാപകമായ തരത്തിലുള്ള പ്രചാരണങ്ങൾ, വർഗീയ പ്രചാരണങ്ങൾ, കളവുകൾ കാസയുടെയും മറ്റും നേതൃത്വത്തിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടക്കും. വിദ്വേഷ പ്രചാരണം ഓൺലൈനിൽ നടത്തുന്നതിനെതിരായ പോലീസ് നടപടികളുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടപ്പെട്ടതാണ്. അമീൻ ഹസൻ, ഞാൻ മടങ്ങി വരാം. ശ്രീ അനിൽകുമാർ, നമ്മൾ കഴിഞ്ഞ ദിവസം 2 അറസ്റ്റുകൾ കണ്ടു. ഒന്ന് PV അൻവറിന്റെ അറസ്റ്റ്, വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യായിരുന്നു. ബോച്ചയുടെ അറസ്റ്റ്, അദ്ദേഹത്തെ വാഹനം തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യായിരുന്നു. PC ജോർജിനെതിരെ പരാതി കിട്ടി, കേസെടുത്തു. അറസ്റ്റ് ഉണ്ടാവുമോ? എപ്പോഴുണ്ടാവും? ഒരു നിയമ നടപടിയുടെ ഭാഗമായി അറസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല നിർവഹിക്കപ്പെടുന്നത്. അത് നിയമപരമായി ചെയ്യേണ്ട കാര്യമാണ്. PC ജോർജിനെ പോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. അത്തരം മാലിന്യങ്ങളെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്നും ഇല്ലാതെയാക്കുകയാണ് വേണ്ടത്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു വിഭാഗം വർഗീയ ശക്തികളല്ല, വർഗീയത പറയുന്ന എല്ലാവരെയും അത്തരത്തിൽ പുറത്താക്കേണ്ടതുണ്ട്. അത് ഇസ്ലാമിക വർഗീയതയാണെങ്കിലും അനിൽകുമാർ, എങ്ങനെ ഇല്ലാതാക്കാനാണ്? PC ജോർജ് ഒരു ഹാബിച്വൽ ഓഫൻഡറാണെങ്കിലും PC ജോർജ് ആദ്യമായിട്ടല്ല ഈ വിദ്വേഷ പ്രസംഗം നടത്തുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിദ്വേഷ പ്രസംഗത്തിന് തന്നെ. അതിൽ ജാമ്യം ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഉപാധി, ജാമ്യോപാധി, ഇനി വിദ്വേഷ പ്രസംഗം നടത്തരുതെന്നാണ്. അപ്പോൾ അത് ആ ജാമ്യ ഉപാധി ലംഘിച്ചിരിക്കുകയാണ്. വിദ്വേഷ പ്രസംഗം ഒരു ചാനലിൽ നിന്ന് നടത്തുകയാണ്. ഇത് ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇതിന് നിയമമൊന്നും ഉപയോഗിക്കേണ്ട, ആളുകൾ ഇങ്ങനെ വിദ്വേഷം പ്രസംഗിച്ചോട്ടെ, ഓൺലൈനിൽ എത്രമാത്രം വിദ്വേഷം ഒഴുകിക്കോട്ടെ, അതിൽ നിയമ നടപടിയോ കേസോ അറസ്റ്റോ ഒന്നും വേണ്ട. അതിന് മറ്റെന്തോ രീതിയിൽ രാഷ്ട്രീയമായോ സാമൂഹികമായോ ഇല്ലാതാക്കാനാണോ CPM-ന്റെ പ്ലാൻ? അല്ല, CPM-ന്റെ പ്ലാനിന് മുമ്പിൽ ഞാൻ ഇക്കാര്യം ഒന്ന് വിശദീകരിക്കട്ടെ. നേരത്തെ തന്നെ ഈ PC ജോർജ് MLA ആയിട്ട് നിയമസഭയിൽ പോയപ്പോൾ SDP-യുടെ പകുതിയായിട്ടാണ് അദ്ദേഹം നിയമസഭയിൽ ഇരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ SDP പരാതിക്കാരാണ്. അദ്ദേഹം അവസാനം ജയിച്ച തെരഞ്ഞെടുപ്പിനകത്ത് പൂഞ്ഞാറിൽ നിന്നും അദ്ദേഹം പറഞ്ഞത്, SDP-യുടെ സമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ SDP-യുടെ കേരള നിയമസഭയിലെ അംഗമായിരിക്കും. അപ്പോൾ അന്ന് SDP-ക്കാർ അത്തരത്തിലുള്ള പിന്തുണ കൊടുക്കാൻ കാരണം എന്താണ്? മറ്റ് മതവിഭാഗങ്ങൾക്കെതിരായിട്ട് ഏറ്റവും നിന്ദ്യമായ കടന്നാക്രമണമാണ് PC ജോർജ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഏറ്റവും വൃത്തികെട്ട നിലയ്ക്ക് മറ്റു ജനവിഭാഗങ്ങളെ, മതവിഭാഗങ്ങളെ കടന്നാക്രമിക്കുകയും മറ്റൊരു മതത്തിൻ്റെ ഭാഗമായി ഞാൻ നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്തപ്പോൾ SDP-ക്കാർ പുളകിതരായി അദ്ദേഹത്തിന് ചുറ്റും കൂടി കൂട്ടായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തായി. PC ജോർജ് 2 മുന്നണികളുടെയും ഭാഗമല്ലാതെ ആ മണ്ഡലത്തെയും ജയിച്ചു. ഇന്നിപ്പോൾ ഈരാറ്റുപേട്ടക്കാരെല്ലാം കുഴപ്പക്കാരാണ്, അവിടുത്തെ മുസ്ലിങ്ങളെല്ലാം കുഴപ്പക്കാരാണ് എന്നെല്ലാം അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ള ആ ജന TV-യിലെ സംസാരത്തിനകത്ത്, അന്ന് ഈരാറ്റുപേട്ടക്കാരെന്ന് പറയുന്നവരെല്ലാം നല്ല ആളുകളും അവിടുത്തെ മുസ്ലിങ്ങളെന്ന് പറയുന്ന ഏറ്റവും നല്ല ആളുകളും മറ്റുള്ളവരെല്ലാം കുഴപ്പക്കാരും ബഹുമാനം അദ്ദേഹം അംഗീകരിക്കുന്നില്ല. PC ജോർജ് മറ്റ് മതവിഭാഗങ്ങളെയും ആക്രമിക്കാറുണ്ട്, അത് ശരിയാണ്. അല്ല, ഞാനൊന്ന് പറയട്ടെ, അതിലൊരു ഫാക്ച്വൽ കറക്റ്റ് അങ്ങനെ പറഞ്ഞു പോയാൽ അതിൽ ക്ലാരിറ്റി വരില്ല, പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ്. അല്ലല്ല, ഒരു നിമിഷം, അങ്ങ് ക്ലാരിറ്റി വരുത്തിയാണല്ലോ. ഞാൻ ചർച്ച കേട്ടയാളല്ലേ, ഞാനൊന്ന് പറയട്ടെ, എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയട്ടെ.
ഓക്കെ, അങ്ങ് അഭിപ്രായം പറഞ്ഞോളൂ. എനിക്ക് ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വേണം. എന്റെ പാർട്ടിയുടെ 2018 അഭിപ്രായം ജൂലൈ പറഞ്ഞിട്ട് 12-ാം തീയതിയാണ്. ഒരു നിമിഷം. 2018 ജൂലൈ 12-ാം തീയതിയാണ് പി സി ജോർജ് പറയാം. ഈഴവ സമുദായത്തിനെതിരെ ഞാൻ വിദ്വേഷം പറയട്ടെ, പ്രസംഗിച്ചത്. 2018 ജൂലൈ 12. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണോ ഈ പി സി ജോർജ് ഞാൻ ജയിച്ചത്? പറയട്ടെ, ഞാൻ പറയുന്നത് പി സി ജോർജ് അവസാനമായി നിയമസഭയിൽ പോയത് അങ്ങനെയാണ്. LDFിന് എതിരായിട്ട് UDFിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. എതിരായിട്ട് തന്നെയാണല്ലോ നിയമസഭയിൽ പോയത്. ആ പോയ തെരഞ്ഞെടുപ്പിൽ SDP-യുടെ സമ്മേളനത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? SDP-യുടെ പിന്തുണ കൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ SDP-യുടെ MLA ആയിരിക്കും. കൈയടിക്കുന്ന പടമുണ്ട്, നിങ്ങൾ ഇട്ടു നോക്കൂ. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രചരിപ്പിച്ച വർഗീയത ആർക്കെതിരാണ്? ആ പ്രചരിപ്പിച്ച വർഗീയത മറ്റു മതവിഭാഗങ്ങൾക്കെതിരായിട്ടാണ്. ഞാൻ അതിന്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിന് ജയിക്കാൻ അദ്ദേഹം മറ്റു മതവിഭാഗങ്ങൾക്കെതിരെ വർഗീയത പറയുന്നുണ്ട്. ആ വർഗീയത പറഞ്ഞത് 2018-ലാണ്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചിട്ടില്ല. അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് SDP എന്തിനാ പ്രത്യേക പിന്തുണ കൊടുത്തത്? അത് SDP-യുടെ നമുക്ക് ചോദിക്കാം. SDP-യുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത അദ്ദേഹം തീർച്ചയായിട്ടും SDP എന്തുകൊണ്ട് പി സി ജോർജിനെ പോലെ ഒരാളെ പിന്തുണച്ചു എന്ന് SDP പറയേണ്ടതാണ്. നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. ഞാൻ പറയട്ടെ. ഓക്കെ, അല്ലല്ല ഞാനൊന്ന് പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ ആദ്യം ഒന്ന് പറയുന്നത് കേൾക്കൂ. അദ്ദേഹം MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നു, SDPIക്ക് കേരള നിയമസഭയിൽ ഒരു MLA ഉണ്ട്, അത് ഞാനായിരിക്കും. അത് മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിയിട്ടല്ല അദ്ദേഹം ജയിക്കുന്നത്. അദ്ദേഹം മറ്റു മതക്കാർക്കെതിരെ കടന്നാക്രമണം നടത്തിയിട്ടാണ് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ തക്കവണ്ണം നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് ജയിക്കുന്നത്. പിന്നീട് അദ്ദേഹം പ്ലേറ്റ് മാറ്റി. അദ്ദേഹം ഇപ്പം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ഏറ്റവും നിന്ദ്യമായി, സാധാരണഗതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിനെതിരെ ഏറ്റവും നിന്ദ്യമായി പറഞ്ഞത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ പോലൊന്നും ലോകത്തൊരാൾക്കും പറയാൻ പറ്റത്തില്ല. അത്രത്തോളം നിന്ദ്യനായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. ഇവിടെ ചാനൽ ചർച്ച പങ്കെടുത്ത കോൺഗ്രസിൻ്റെ പകുതിയും മറ്റൊരു സഹോദരനും പറയുന്നത് എന്താണ്? കേരള പോലീസ് എന്തോ പ്രത്യേകമായ ചില സൗകര്യം ചെയ്തു കൊടുക്കുന്നുകൊണ്ടാണ് ഇത്തരം വർഗീയവാദികൾ ഈ വിദ്വേഷ നാവ് കൊണ്ട് സംസാരിക്കുന്നത്. അല്ല. നിങ്ങൾ എന്ത് വന്നാലും പിണറായി വിജയനെ കുറ്റം പറയും. അത് വാളയാറിലെ അമ്മ ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ പോവാണല്ലോ. ആ കുറ്റം നിങ്ങൾ പിന്തുണ കൊടുത്തവർ. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിയമവാഴ്ചയുള്ള ഒരു സ്ഥലമാണിത്. പിണറായി വിജയന്റെ പോലീസ് എല്ലാ കേസുകളിലും നിസ്സംഗത പാലിക്കുന്നു എന്നോ കുറ്റവാളികൾക്കൊപ്പം നിൽക്കുന്നു എന്ന അല്ല ആരോപണം വരുന്നത്. വിദ്വേഷ പ്രസംഗം അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും അവർക്കെതിരെ ഒരു മൃദു സമീപനമാണ് പിണറായി വിജയന്റെ പോലീസിന് എന്നുള്ളത് ഇവിടെ രണ്ട് അതിഥികൾ അത് ചൂണ്ടിക്കാട്ടി. അതാണ് പോയിന്റ്. അതിപ്പോൾ പി സി ജോർജ് ആയാലും പ്രതീഷ് വിശ്വനാഥനായാലും ഓൺലൈനിലും ഓഫ്ലൈനിലും കെ സുരേന്ദ്രനായാലും ആർക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവുന്നില്ല. ഓൺലൈനിൽ വിഷം വമിക്കുകയാണ്. അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും എല്ലാം വിഷം വമിക്കുകയാണ്. പോലീസ് നിസ്സംഗരായി നോക്കി നിൽക്കുന്നു. അതേസമയം പോലീസിനെ വിമർശിച്ചാൽ, പിണറായി വിജയൻ ഭരണകൂടത്തെ വിമർശിച്ചാൽ ഉടൻ കേസാണ്. ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ മറ്റൊരു വിഭാഗം കടന്നാക്രമിക്കുമ്പോൾ, അതിൻ്റെ ഭാഗമായി വിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ അതൊരു കൂട്ടർ മാത്രമല്ല. പി സി ജോർജ് എന്ന് പറഞ്ഞ മനുഷ്യൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപജീവനത്തിന് വേണ്ടി ഓരോ ചന്തയ്ക്കും ഓരോ തരത്തിൽ വർത്തമാനം പറയുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിദ്വേഷകരമായ ഈ പ്രസംഗങ്ങൾ മാന്യതയില്ലാത്തതാണ്, രാഷ്ട്രീയമല്ല, അത് മതവിദ്വേഷപരമാണ്, അപമാനകരമാണ്. അത് മാന്യതയോ അപമാനകരമാണെന്നല്ല അനിൽകുമാർ എന്റെ ചോദ്യം. അത് കുറ്റമാണോ? അതൊരു ക്രിമിനൽ ഒഫൻസ് ആണോ? പോലീസ് നടപടി എടുക്കേണ്ടതെന്നാണ് എന്റെ ചോദ്യം. അത് മാന്യമാണോ അല്ലേ എന്നുള്ളത് എന്റെ ചോദ്യം. അതെ, അതിൻ്റെ ഭാഗമായി കേരളത്തിലെ പോലീസ് ഇപ്പോൾ കേസെടുത്ത് കഴിഞ്ഞു. കേസെടുത്തിൻ്റെ ഭാഗമായി ഫലപ്രദമായ നടപടികൾ ഉണ്ടാകും. ആ നടപടികളുടെ ഭാഗമായി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ നില എന്തായിരുന്നു ആഘോഷം? തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വിദ്വേഷ പ്രസംഗം നടത്തിയ മാന്യനെ അറസ്റ്റ് ചെയ്ത് തൃക്കാക്കര കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു കോലാഹലം? ഇവിടുത്തെ മാധ്യമങ്ങൾ ആരുടെ കൂടിയാകുന്നത്? ആ തെരഞ്ഞെടുപ്പിലടക്കം പിണറായി വിജയനെ വേട്ടയാടാൻ, കേരളത്തിലെ സർക്കാരിനെ വേട്ടയാടാൻ, പി സി ജോർജ് വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ സർക്കാരിനെതിരെ പിണറായി വിജയൻ ഭരണകൂടത്തെ വിമർശിച്ചത് BJP മാത്രമാണ്. ശ്രീ അനിൽകുമാർ, BJP മാത്രമാണ്. BJPയും പി സി ജോർജും മാത്രമാണ് അന്ന് പിണറായി വിജയനെ വിമർശിച്ചത്. നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്ന മാധ്യമങ്ങളെയോ? മാധ്യമങ്ങൾ അറസ്റ്റ് ശരിയായില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങളൊരു BJPയിൽ മാത്രം അത് കാണേണ്ട കാര്യമില്ല. നിങ്ങൾ കുരങ്ങൻ അപ്പം പങ്കിടുമ്പോൾ ഒരു കഷ്ണം എപ്പോഴും കൂടുതലാണ് വലുതാണെന്ന് തോന്നുന്ന പോലെ എല്ലാ വർഗീയ ശക്തികൾക്കിടയിൽ ഈ തർക്കമുണ്ട്.
അതായത് ഓരോ വർഗീയ ശക്തിയും കാണുന്നത് മറ്റവരാണ് കുഴപ്പക്കാർ. ജമാഅത്തെ ഇസ്ലാമി കാണുന്നത് RSS ആണ് കുഴപ്പം. അല്ല അനിൽകുമാർ, ഇത് വർഗീയവാദികൾ തമ്മിലുള്ള തർക്കമാക്കി നിങ്ങൾ അതിനെ ചിത്രീകരിക്കേണ്ട. എന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഒഫൻസ് ഉണ്ടെങ്കിൽ ആ ഒഫൻസിൽ അറസ്റ്റ് ഉണ്ടാവണ്ടേ? ഒരൊറ്റ ചോദ്യം. നിങ്ങൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് PC ജോർജിനെ അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ. PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ അന്ന് അവിടെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായില്ല. പോലീസിന് വേണ്ടി വാദിക്കാൻ വക്കീലുണ്ടായിരുന്നില്ല. ജാമ്യം കിട്ടി പുറത്തിറങ്ങി PC ജോർജ്. നമ്മുടെ നാട്ടിലെ സാധാരണ നിയമം അനുസരിച്ച് ഒരു നോൺ ബെയിലബിൾ ഒഫൻസിനകത്ത് രാത്രി 7 മണിക്ക് ഒരു കോടതിയുടെ വീട്ടിൽ കൊണ്ട് ഹാജരാക്കിയാൽ ഉടനെ പ്രോസിക്യൂട്ടർ ആ പണിക്ക് പോകും. അവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ 35 കൊല്ലമായിട്ട് വക്കീലാണ്. 7 മണിക്ക് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ APP ഇരിക്കണമെന്ന് ഏത് ലോകത്തെ നിയമമാണ്? ഒരു നിയമം അങ്ങനെ ഇല്ല. അപ്പം മജിസ്ട്രേറ്റ് എന്താ ചെയ്യുന്നത്? മജിസ്ട്രേറ്റ് ചെയ്യുന്നതെന്നു വെച്ചാൽ തൻ്റെ കോടതിയിൽ ഹാജരാക്കത്തിടത്തോളം കാലം ആ പ്രോസിക്യൂട്ടറെ വാദം കേൾക്കാൻ പിറ്റേ ദിവസം രാവിലത്തേക്ക് അവധിക്ക് വെക്കും. എന്നിട്ട് ഇയാളെ ജയിലിലേക്ക് അയക്കും. അതാണ് മജിസ്ട്രേറ്റുമാർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ നാട്ടിലെ നില. അതിന് പകരം ഒരു ജഡ്ജി, ഒരു വക്കീൽ, ഒരു കോടതി ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുത്തു പോയി എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ പ്രോസിക്യൂട്ടർ ഇല്ലയെന്ന് വാദിക്കരുത്. കോടതിയിലല്ല പ്രോസിക്യൂട്ടർ, അദ്ദേഹത്തിന് ജഡ്ജിയുടെ വീട്ടിൽ പോയി താമസിക്കാൻ പറ്റുമോ? ജഡ്ജിയുടെ വീട്ടിൽ പ്രോസിക്യൂട്ടർക്ക് മുറിയുണ്ടോ? അവിടെ രാത്രി 7 മണിക്കോ 8 മണിക്കോ 10 മണിക്കോ കോടതിയിൽ ജഡ്ജി താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രതിയെ ഹാജരാക്കിയാൽ ഉടനെ പ്രോസിക്യൂട്ടർ കൂടെ പോവുക? അങ്ങനെ പോകാറേ ഇല്ല. അങ്ങനെ പ്രോസിക്യൂട്ടർ കൂടെ ചെല്ലുമ്പോൾ ജഡ്ജി ചോദിക്കും, നിങ്ങളുടെ ഉദ്ദേശം എന്തിനാ? നിങ്ങളെന്തിനാ ഇപ്പോൾ വന്നത്? ഇയാളെ ജയിലിലേക്ക് വിടേണ്ട ജാമ്യം കൊടുക്കാൻ വേണ്ടിയാണോ? നിങ്ങൾ വക്കാലത്തുമായിട്ട് വന്നാണോ എന്ന് സർക്കാർ വക്കീലിനോട് ചോദിക്കും സാധാരണ ജഡ്ജിമാർ. പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടുത്തെ അദ്ദേഹം ജാമ്യം കൊടുത്തു. അവിടുത്തെ ന്യായാധിപൻ ജാമ്യം കൊടുത്തു. അത് അവരുടെ അധികാരപരിധിപ്പെടും. അതും പിണറായി സർക്കാരിന്റെ മേലെ കുറ്റം ചാർത്താൻ വേണ്ടി നിങ്ങൾക്ക് തോന്നുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ കാര്യത്തിൽ PC ജോർജ് അറസ്റ്റ് ചെയ്തതല്ല കുറ്റം, അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതുമല്ല കുറ്റം. ഓൺലൈനിലും ഓഫ്ലൈനിലുമായി നടക്കുന്ന വിദ്വേഷ പ്രചാരണം തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഒരൊറ്റ ഉദാഹരണം പറയാം. ഉസ്താദ് തുപ്പിയ ബിരിയാണിയാണ് കേരളത്തിൽ വിളമ്പുന്നതെന്ന് പറഞ്ഞത് BJP സംസ്ഥാന കെ സുരേന്ദ്രനാ. ഒരു കേസും ഉണ്ടായിരുന്നില്ല. ആ ബലത്തിലാണ്, ഒരു കേസുമില്ല എന്ന ബലത്തിലാണ് PC ജോർജ് ഒരു ചാനലിൽ ഈ വിദ്വേഷം പറയുന്നത്. എത്ര പേർക്കെതിരെ സംഘപരിവാർ നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രസംഗത്തിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും എത്ര പേർക്കെതിരെ നിങ്ങൾ കേസെടുത്തിട്ടുണ്ട്? ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞാൽ നല്ല പ്രഭാഷണമാണോ? നിങ്ങൾ കേസെടുത്തോ? എന്നിട്ട് ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്നിട്ട് നിങ്ങൾ കേസെടുത്തോ? അത് വംശീയവും വർഗീയവുമായ വിദ്വേഷ പ്രസംഗമാണ്. നിങ്ങൾ കേസെടുക്കോ? നിങ്ങളല്ലേ കേസെടുക്കണ്ടേ? ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ മനസ്സിലാക്കാത്തത്, ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി നിങ്ങൾ കേട്ടോ? നിങ്ങൾക്ക് വികാരം ഉണ്ടായോ? മാധ്യമപ്രവർത്തകർക്ക് ഇത് കേൾക്കുമ്പോൾ വികാരം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ സർക്കാരാണ് ഇത് തടയേണ്ടത്. അത് വിദ്വേഷമാണ്, നിങ്ങളാണ് തടയേണ്ടത്. നിങ്ങൾ കേസെടുക്കുന്നില്ല, അതിലും കേസെടുക്കുന്നില്ല, സംഘപരിവാറിലും കേസെടുക്കുന്നില്ല. നിങ്ങൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു, വിദ്വേഷം ഇവിടെ കിടന്ന് പുളയ്ക്കുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. എന്തനങ്ങാൻ? എവിടെ അനങ്ങാൻ? ഞാൻ പറയട്ടെ, അത് കേൾക്ക്, ഇതൊന്ന് പിടിക്കേ. നിങ്ങളെല്ലാം കൂടി പിണറായി വിജയന്റെ തലയിൽ പെരവെക്കാൻ വേണ്ടി ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോൾ പുളകിതരായതാരാ? നിങ്ങൾക്ക് വിഷമമുണ്ടായോ? ആര് പറഞ്ഞു? ഖുറാന്റെ മറവിൽ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി ആരാ പറഞ്ഞു? മാധ്യമങ്ങളാ പറഞ്ഞു. ഇവിടുത്തെ പറയാ. ഇത് തന്നെ കളി. ഈ കളി ലീഗ് നടത്തുന്നുണ്ട്, ഈ കളി ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നുണ്ട്, ഈ കളി SDPI നടത്തുന്നുണ്ട്. കളിക്കുന്നവരെ പിടിച്ചകത്ത് കിടണമേ അനിൽകുമാർ. ആര് കളിച്ചാലും പിടിച്ചകത്ത് കിടണം. നിയമം നടപ്പാക്കണം. ആര് വിദ്വേഷ പ്രസംഗം നടത്തിയാലും, ആര് വെറുപ്പ് ഉൽപ്പാദിച്ചാലും നടപടിയെടുക്കണം. അത് കഴിയുന്നില്ല നിങ്ങൾക്ക്. അതാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, ഞാൻ പിടിക്കേ, ഇതൊന്ന് ബാക്കിയൊന്ന് പറ. അത് പറയൂ, ബാക്കി ഞാൻ പറയുന്നത് കേൾപ്പിക്കില്ലല്ലോ നിങ്ങൾ. രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധക്കേസിനകത്ത് 16 പേരെ ജയിലിലേക്ക് വിട്ടു. ജീവപര്യന്തമോ വധശിക്ഷയോ എന്തോ കടുത്ത ശിക്ഷ കൊടുത്തു. ഉടനെ മറ്റേ കേസിൽ എന്തായി തീരുമാനമാകാത്ത എന്താ? അത് കോടതിയിലൊക്കെ ഇരിക്കുന്ന കാര്യമല്ലേ? റിയാസ് മൗലവിയുടെ കേസ് വന്നപ്പോഴത്തേക്കും ആ കേസിനകത്ത് കോടതി ഒരു വിചാരണ നടത്തിയപ്പോൾ 6 കൊല്ലം ജയിലിൽ കിടന്നവരെ വെറുതെ വിട്ടു. ഉടനെ പിണറായി വിജയന് കുറ്റം. ഇവിടെ കുരങ്ങൻ അപ്പവും പങ്ക് വെക്കുന്ന പോലെ വർഗീയ ശക്തികൾ അപ്പുറം ഇപ്പുറം നിന്നിട്ട് വർത്താനം പറയാണ്. അതുകൊണ്ട് ഒരുത്തരും കേവന്മാരല്ല. റിയാസ് മൗലവിയുടെ വധക്കേസിൽ ആ കോടതി വിധിക്ക് കാരണം എന്താണ് അനിൽകുമാർ? ആ റിയാസ് മൗലവി വധക്കേസിൽ ആ കോടതി വിധി ഉണ്ടാകാൻ കാരണം എന്താണ്? ഹൈക്കോടതിയിലുണ്ട്. ഹൈക്കോടതി സ്റ്റേ ആണ്. ആരാ കേസ് നടത്തിയതാരാ? ഹൈക്കോടതി സ്റ്റേ ആണ്. പ്രോസിക്യൂഷൻ വരുന്ന വീഴ്ചയോ അന്വേഷണ സംഘത്തിന് വരുന്ന വീഴ്ചയോ സർക്കാരിന്റെ വീഴ്ചയായിട്ട് കാണാൻ പറ്റില്ല, വിമർശിക്കാൻ പാടില്ല.
അങ്ങനെയാണ്. നിങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നേ, വിദ്വേഷം തടയാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരു നിങ്ങൾ ആ കേസ് ഈ വീഴ്ചയില്ല, കേസ് എന്ന് ഒരു പറയുന്നല്ലാതെ വീഴ്ചയില്ല, ഒരു ഓൺലൈൻ വീഴ്ചയില്ല. നിങ്ങളിപ്പോ ഫേസ്ബുക്ക് തുറന്നു നോക്ക്, ഒരു വീഴ്ചയില്ല. നിങ്ങളുടെ വാട്സപ്പ് തുറന്നു നോക്ക്, വിദ്വേഷ ഒരു കമന്റുകൾ കാണാം. വീഴ്ചയില്ല. നിങ്ങളെപ്പോലുള്ളവര് ഒന്നും ചെയ്യുന്നില്ല പോലീസ്. റിയാസ് മൗലവിയുടെ ആ കേസ് കാര്യത്തിൽ വന്നപ്പോൾ ഒന്നും ഉടനെ പിണറായി റിയാസ് വിജയൻ മൗലവി കേസ് അവിടെ ആ, വെക്കി അത് നിൽക്കട്ടെ. തന്നെ. അത് ആരുടെ ഇവിടെ കുഴപ്പം കൊണ്ടാണ് കുറേ പ്രതികൾ വെറുതെ ആളുകളെ, വിട്ടതെന്നൊക്കെ ഇവിടെ അറിയാമല്ലോ. ആളുകളെ എന്റെ ചോദ്യം ഏത് ഇതാണ്, കുറ്റം വന്നാലും ഓൺലൈനിലും പിണറായി വിജയന്റെ ഓഫ്ലൈനിലും തലയിൽ നടക്കുന്ന വിദ്വേഷ പ്രസംഗം അതെ, തടയാൻ ഒരു കുഴപ്പമില്ല. സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് ഇവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വർഗീയ മറുപടിയില്ല. ശക്തികൾ ഞാൻ മടങ്ങി വരാം. പ്രധാനമന്ത്രിയുടെ അനിൽകുമാർ അതിഥികളിലെ തിരികെ അഡ്വക്കേറ്റ് വി ആർ അനൂപ്, ഇവിടെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഈ വിദ്വേഷ പ്രസംഗം എല്ലായിടത്തു നിന്നും, വിദ്വേഷ പരാമർശം എല്ലായിടത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നാണ് അനിൽകുമാറിന്റെ ഒരു വാദം. അപ്പോൾ ആർക്കെങ്കിലും എതിരെ നടപടി സ്വീകരിക്കുമ്പോൾ ആ വിഭാഗം മൊത്തം സർക്കാർ പക്ഷപാതം കാട്ടുന്നു എന്ന് വിലപിക്കും. മറ്റൊരാൾക്കെതിരെ നടപടി എടുക്കുമ്പോഴും ഈ പ്രശ്നമുണ്ട്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വളരെ ട്രപ്പീസ് കളി പോലെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് വിദ്വേഷ പ്രസംഗങ്ങളിലെ നിയമ നടപടി എന്നാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന്. ഒരു സർക്കാരിനെ സംബന്ധിച്ച് അത്രയും സൂക്ഷ്മത വേണ്ടേ? അല്ല, അനിൽകുമാറിൻ്റെ വാദം അദ്ദേഹം തന്നെ സ്വയം റദ്ദ് ചെയ്യുന്നതാണ്. അദ്ദേഹം പറയുന്നത് വിദ്വേഷ പ്രസംഗം മറ്റു പലരും നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന ചർച്ച നടത്തുന്ന നിങ്ങൾക്കാണോ, ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്കാണോ? അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ പോലീസ് തലത്തിൽ നടപടി എടുക്കേണ്ടത്. മുൻകാലങ്ങളിൽ പലപ്പോഴും നമുക്കറിയാം ചില ചെറിയ പരാമർശങ്ങളുടെ പേരിൽ അക്ബർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്ത സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്ന കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ പോലീസ് വളരെ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഇത് അനിൽകുമാറിനെ പോലൊരാളോട് വളരെ ഫാക്ച്വലായി നമുക്ക് പറയാൻ കഴിയും. ഞാൻ തുടക്കം മുതലേ പറഞ്ഞത് എന്താ, PC ജോർജുമാർക്ക് CPM അജണ്ട നിർമ്മിച്ചു നൽകുന്നു, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, PC ജോർജുമാർക്ക് ഇവിടുത്തെ പോലീസ് സംവിധാനം ആത്മവിശ്വാസം നൽകുന്നു. PC ജോർജിന് എങ്ങനെയാണ് അജണ്ട നിർമ്മിച്ചു കൊടുക്കുന്നത്? ഇപ്പോൾ PC ജോർജ് പറയുന്ന കാര്യങ്ങൾ, PC ജോർജ് ജനം TV പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായി കേട്ടു നോക്കിയാൽ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെ ഇടതുപക്ഷം ഉൽപ്പാദിപ്പിച്ച ഒരു മുസ്ലിം വിരുദ്ധതയിൽ നിന്നുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണോ? ക്രിസ്ത്യാനികളല്ലേ? പാലക്കാട് എങ്ങനെയാണ് ജയിച്ചത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വിജയരാഘവൻ പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ച് മാത്രമാണ് PC ജോർജ് മുന്നോട്ട് പോകുന്നത്. അതൊരു കാര്യം. ഇവിടെ കാലങ്ങളായി ക്രിസംഖികൾ എന്ന് പറയുന്ന ആളുകൾക്ക് വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നത് CPM ആണ് എന്നുള്ള വസ്തുത അവിടെ ഫാക്റ്റായി നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, അനിൽകുമാറിനെ എതിർക്കാം. ഞാൻ തന്നെ ഇവിടെ മീഡിയ വണ്ണിന്റെ തന്നെ ഫ്ലോറിൽ പലവട്ടം പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം BJPയുടെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റായ വ്യക്തി B ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലൊരാൾ കമ്പളക്കാട് വയനാട് അവരുടെ ഇലക്ഷൻ കൺവെൻഷനിൽ നിന്ന് പ്രസംഗിച്ചത് എന്താ? വളരെ വ്യക്തമായി ഞാൻ വീണ്ടും പറഞ്ഞതാണ്. ആവർത്തന വിരസത ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അനിൽകുമാറിന്റെ അറിവിലേക്കായി അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അദ്ദേഹം പരസ്യമായി ഇന്ന് പ്രസംഗിക്കുകയാണ്, രഹസ്യമായല്ല, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലല്ല, വളരെ കൃത്യമായി അവിടുത്തെ പോലീസിന് സാക്ഷിയാക്കി പറയുകയാണ്, ശബരിമലയിൽ വാവരുടെ സന്നിധാനം ഉള്ളതുകൊണ്ട് അത് നാളെ വഖഫ് ഭൂമിയാക്കി മാറ്റാം. ശബരിമല പോലെ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം നാളെ മുസ്ലിങ്ങൾ പിടിച്ചെടുക്കാമെന്നുള്ള അർത്ഥത്തിൽ ഒരു വലിയ വർഗീയ പരാമർശം നടത്തുകയാണ്. കലാപാഹനമാണ്. മുസ്ലിങ്ങളെയും ഇവിടുത്തെ ഹിന്ദു ജനസാമാന്യത്തെയും തെറ്റിദ്ധരിപ്പിച്ച് മതസ്പർദ്ധ ഉളവാക്കാൻ വളരെ എവിഡന്റ് ആയ ഒരു പ്രസ്താവന നടത്തുകയാണ്. അതിൽ മതസ്പർദ്ധയുണ്ട്, കലാപാഹനമുണ്ട്. പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ അതിനകത്ത് പരാതി കൊടുത്തിട്ടും ഇന്ന് വരെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിക്കാരനെ വിളിച്ച് അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ നടപടിക്രമമാണെങ്കിൽ പോലീസ് അത് ചെയ്തിട്ടില്ല. അനിൽകുമാറെ, അങ്ങയുടെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പോലീസിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ ഈ ഒരൊറ്റ കാര്യം മതി. അദ്ദേഹം ഈ ഫ്ലോറിൽ അത് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. അങ്ങനെ നിരവധിയായ കേസുകളുണ്ട്. ഇവിടെ ഒരു കുട്ടിയെ ഒരു മാനസികാരോഗ്യമില്ലാത്ത ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ഇടുകയാണ്. RSSകാർ പ്രതിയായ കേസുകളിലൊക്കെ ഇവർ പറയുന്നത് എന്താ? മാനസികാരോഗ്യം നഷ്ടപ്പെട്ടൊരാൾ ഈ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊന്നപ്പോൾ ആ കൊന്നാൾ പറഞ്ഞത് എന്താ? ശശികലയുടെ വിദ്വേഷ പ്രസംഗങ്ങളാണ് എനിക്കിത് ചെയ്യാൻ പ്രചോദനം എന്നാ. ഇവിടെ നിരന്തരമായി K സുരേന്ദ്രൻ നടത്തുന്ന, ശശികല നടത്തുന്ന, അങ്ങനെ B ഗോപാലകൃഷ്ണൻ നടത്തുന്ന മുസ്ലിങ്ങളെ കുറിച്ച്, മുസ്ലിം സ്ത്രീകളെ കുറിച്ച് വംശീയമായി സെക്സിസ്റ്റായുള്ള നിരന്തരമായ പരാമർശങ്ങൾ നടത്തുകയാണ്. ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ ഹണി റോസിനെതിരെ പരാമർശം നടത്തിയപ്പോൾ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ മുസ്ലിം സ്ത്രീകളെ ചരക്കുവൽക്കരിച്ചുകൊണ്ട് അങ്ങേയറ്റം വംശീയ വിദ്വേഷമുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ലേ? ആ നടത്തിയ നിയമ നടപടികൾ നേരിടാതെ മരിച്ചുപോയി ഡോക്ടർ ഗോപാലകൃഷ്ണൻ. അങ്ങനെ ഞാൻ പരാതി കൊടുത്തിട്ടുള്ള അതിനെതിരെ. പക്ഷേ ഇവർക്കൊന്നും നിയമത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല. ഇവിടെ അനിൽകുമാർ പറയുന്നത് എന്താ?
PC ജോർജിനെതിരെ നിയമ നടപടിയല്ല പരിഹാരം. മറിച്ച് PC ജോർജിനെ പോലെ നിങ്ങൾ പറഞ്ഞ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയ ഒരാൾ, അതൊരു യാഥാർത്ഥ്യമാണ്. അയാളെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ച് സന്മാർഗോപദേശം കൊടുത്ത് നന്നാക്കി എടുക്കാനാണോ CPM മുതിരുന്നത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇവിടെ PC ജോർജുമാർക്ക് ഒരു നിയമം, മറ്റുള്ളവർക്ക് മറ്റു നിയമം എന്നുള്ളതാണ്. PC ജോർജ് നിയമ സംവിധാനത്തെ അഭിമുഖീകരിക്കണം, നടപടി ഉണ്ടാക്കണം. കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ PC ജോർജ് ഒരു തുടല് പൊട്ടിച്ച പേപ്പട്ടിയായി ഓടി നടക്കുകയാണ്, കണ്ടവരൊക്കെ കടിക്കുകയാണ്. PC ജോർജിന്റെ നഖക്ഷതങ്ങൾ ഏൽക്കുന്നത് ഏതെങ്കിലും വ്യക്തികൾക്കല്ല, നമ്മുടെ സാമൂഹിക ആരോഗ്യത്തിനാണ്. കൃത്യമായി PC ജോർജിനെതിരെ ഇത്തരം ചില കാര്യങ്ങൾ പ്രകടനപരതകൾക്കപ്പുറത്ത് നടപടിയെടുക്കാൻ CPM തയ്യാറാവണമെന്ന് മാത്രമല്ല, PC ജോർജിന്റെ വ്യക്തിയിൽ പരിമിതപ്പെടാതെ ഇത്തരം വിഷയങ്ങളിൽ നിരന്തരമായി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ എന്തുകൊണ്ട് കേരളത്തിലെ CPM പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അനിൽകുമാർ ബാധ്യസ്ഥനാണ്. ഫാക്ച്വലായി മറുപടി പറയണം. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. ശ്രീ അമീൻ ഹസൻ, LDF സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ BJPക്കോ RSSനെതിരെ ഒരു നിയമ നടപടി സ്വീകരിച്ചാൽ അത് പലപ്പോഴും അവർക്കുള്ള വളമായി മാറുന്നു എന്നുള്ളത് അനുഭവമാണ്. ഒരു ഉദാഹരണം, ഇപ്പോൾ ശബരിമല പ്രൊട്ടസ്റ്റ് കാലത്ത് K. സുരേന്ദ്രനായിരുന്നു അതിൻ്റെ കുന്തമുന. പിടിച്ചകത്തിട്ടു പിണറായി വിജയൻ. പിന്നെ നാം കാണുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടാണ് K. സുരേന്ദ്രനെ. ഈ PC ജോർജിനെ അറസ്റ്റ് ചെയ്താൽ നാളെ അദ്ദേഹത്തെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാക്കി കളയും BJP എന്നൊരു ഭയം LDFന് ഉണ്ടാവുന്നതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നാ പിന്നെ കേരള പോലീസിന്റെ ഭരണം സുരേന്ദ്രനെ അങ്ങ് ഏൽപ്പിച്ചാൽ പോരെ. ഈ നാട്ടിൽ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പിണറായി വിജയനോടും അനിൽകുമാറിനോടും ആ കാര്യത്തിൽ ചോദിക്കാൻ പറ്റുക. പക്ഷേ എനിക്ക് ഈ അനിൽകുമാർ പറയുന്നത് കേട്ടപ്പോൾ ജിംസ്, നിങ്ങൾ PCR പറഞ്ഞിട്ട് അനിൽകുമാറിന്റെ പേരിന്റെ ഈ CPM എഴുതി കാണിക്കുന്നത് കുറച്ചും കൂടി വലുപ്പത്തിൽ എഴുതി കാണിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആളുകൾ ഇത് RV ബാബു ആണോ എന്ന് തെറ്റിദ്ധരിക്കും. എന്നാൽ പോലും ഈ ഓഡിയോ മാത്രം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തോട് നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു 15-20 തവണയെങ്കിലും SDPI എന്ന് പറഞ്ഞു, 3-4 പ്രാവശ്യമെങ്കിലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു. അജിംസ് BJPയെ കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ BJPയിലേക്ക് മാത്രം ചുരുക്കണ്ട എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് എന്ത് തരത്തിലാണ് ഈ ഹിന്ദുത്വ മാർക്സിസ്റ്റ് പാർട്ടി ഈ തരത്തിലുള്ള ക്യാമ്പയിനുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അനുവ് പറഞ്ഞ വളരെ ശരിയല്ലേ. ഈ A. വിജയരാഘവനും പിണറായി വിജയനും P. മോഹനനും P. ജയരാജനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ കുറച്ചുകൂടി സൂക്ഷ്മതയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ നാളായിട്ട് എതിർക്കുന്ന രണ്ട് സംഘടനകളാണ് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും. അവരെ വിമർശിച്ചാൽ അത് ഹിന്ദുത്വമാവുന്നത് എങ്ങനെയാണ്? ഹിന്ദുത്വ മാർക്സിസ്റ്റ് ആവുന്നത് എങ്ങനെയാണ്? ജിംസ്, അതായത് ഇപ്പോ നല്ല സന്ദർഭമാണ് ആ ചോദ്യം ചോദിച്ചത്. ഈ സന്ദർഭത്തിൽ SDPIക്ക് PC ജോർജിനെ കുറിച്ച്, PC ജോർജ് BJPയുടെ നേതാവല്ലേ, BJPയുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് PC ജോർജ് ഇത് ചെയ്യുന്നത്. അതിനെതിരെ കർശനമായ നടപടികളുമായി ഭരണകൂടം മുന്നോട്ട് പോകും എന്ന് വളരെ കൃത്യമായി പറയാവുന്ന ഒരു സന്ദർഭത്തിൽ അത് പറയാതെ, അതിനെക്കുറിച്ച് കാര്യമായ ഒരു പ്രതികരണവും നടത്താതെ SDPI എന്ന് പറയുന്ന ഒരു ചീത്ത മുസ്ലിമിനെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നു. SDPI ആണ് PC ജോർജിന്റെ പിന്നിൽ, PC ജോർജ് SDPIയുടെ ആളായിരുന്നു എന്ന് പറയുന്നതിലൂടെ ഈ നോട്ടത്തെ മുസ്ലിം സമുദായത്തിലേക്ക് തിരിച്ചുവെക്കുക. വർഗീയതയെക്കുറിച്ച്, വംശീയതയെക്കുറിച്ച് ചർച്ച നടക്കുന്നിടത്തൊക്കെ തന്നെ ഒരു മുസ്ലിം അപരനെ സൃഷ്ടിക്കുക. അത് ചില സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് ആയിരിക്കും, ചില സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, ഇപ്പോ അടുത്ത തവണ അത് ഞാനായിരിക്കും, അല്ലെങ്കിൽ അജിംസ് ആയിരിക്കും, അല്ലെങ്കിൽ മീഡിയ വൺ ആയിരിക്കും. ഇത് ആരും ആവാം. ഒരു മുസ്ലിം അപരനെ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പടർത്തുക എന്നുള്ളതാണ് CPMന്റെ ലൈൻ. ആ ലൈനിൽ നിന്നുകൊണ്ടാണ് ഹിന്ദുത്വ വംശീയതയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഭരണകൂടം നന്ന ചുരുങ്ങിയത് ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു. PC ജോർജിന്റെ FIR നിങ്ങൾ നോക്കൂ. ഹിന്ദുത്വ വംശീയവാദികൾക്കെതിരെ ഞങ്ങൾ കർശനമായ നടപടികൾ സ്വീകരിക്കും. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നെങ്കിലും പേരിന് പറയാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിൽ പോലും ഒരു മുസ്ലിം അപരനെ കുറിച്ച് കേരളത്തിന്റെ സമൂഹത്തിൽ ഒരു ഭീതി സൃഷ്ടിക്കുക എന്നുള്ള വളരെ അവസരത്തിലും അനവസരത്തിലും മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഒരു ഭീതി സൃഷ്ടിക്കുക എന്ന രാഷ്ട്രീയ അജണ്ട ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. അതുകൊണ്ടാണ് ഹിന്ദുത്വ മാർക്സിസ്റ്റുകൾ എന്ന് അവരെ വിളിക്കുന്നത്. ഞാൻ എന്റെ പോയിന്റ് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ ഇടയിൽ ഇത് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ്. വാളയാറിലെ ആ പാവപ്പെട്ട അമ്മയെയും അച്ഛനെയും അനിൽകുമാർ അതിന്റെ ഇടയിൽ ഭർഷിച്ചു.
പിണറായി വിജയനെതിരെ അവർ ഇലക്ഷനിൽ മത്സരിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റം. CBI അന്വേഷണം വേണം എന്ന് വളരെ ശക്തമായി ആവശ്യപ്പെട്ട ഒരു സ്ത്രീയാണത്. അവർ ചെയ്തു എന്ന് CBI പറയുന്ന കുറ്റം അനിൽകുമാർ നിങ്ങൾ മനസ്സിലാക്കണം, കൃത്യസമയത്ത് അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാതിരുന്നാലും പ്രതിയാവും. അത് ഈ മീഡിയ വണ്ണിന്റെ മാധ്യമപ്രവർത്തകർ അതിശക്തമായി നിങ്ങളുടെ CWC ചെയർമാൻ പ്രതികൾക്ക് വേണ്ടി CWC ചെയർമാൻ ആയിരിക്കെ കോടതിയിൽ ഹാജരാവാൻ കഴിയാതിരുന്നപ്പോൾ CWCയുടെ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് കോടതിയിൽ ഹാജരാവാൻ കഴിയില്ല എന്ന് കോടതിയിൽ പറഞ്ഞത് വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ അവർക്കെതിരെ ഒരു പോക്സോ കേസ് അബദ്ധത്തിൽ ഈ കുട്ടികളുടെ പേരോ ചിത്രമോ ചാനലിൽ വന്നു, അവർക്ക് വേണ്ടി ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ എന്ന് പറഞ്ഞ് കേസെടുത്ത ആളുകളാണ് നിങ്ങളുടെ പോലീസ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ വാളയാറിലെ ഈ കേരളത്തിലെ ഏറ്റവും വൾണറബിളായ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരു അച്ഛനെയും അമ്മയെയും, 2 പെൺകുട്ടികളെ നഷ്ടപ്പെട്ട അച്ഛനെയും അമ്മയെയും CBI കുറ്റവാളികളാക്കിയപ്പോൾ നിങ്ങൾക്ക് CBIയും വളരെ മഹോത്തരമായ ഒരു സംവിധാനമായി. എന്തുതരം മാനസികാവസ്ഥയാണിത് എന്ന് നിങ്ങൾ പരിശോധിക്കണമെന്നാണ് അനിൽകുമാറിനോട് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയാണ് PC ജോർജിന് നേരത്തെ ജാമ്യം കിട്ടിയതിനെ കുറിച്ച് അനിൽകുമാർ പറഞ്ഞത്. കോടതിയിൽ രാത്രി പ്രോസിക്യൂട്ടർ ചെന്നാൽ നിങ്ങൾ രാത്രിയിൽ, അനിൽകുമാറിന്റെ റിപ്പബ്ലിക് ഏതാ? ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ എവിടെയാണോ മജിസ്ട്രേറ്റ് ഉള്ളത് അതാണ് കോടതി. അവിടെ പ്രോസിക്യൂട്ടർമാർ പോവുക, രാത്രിയിലും പകലും പോവുക എന്നുള്ളതൊക്കെ വളരെ സ്വാഭാവികതയാണ്. അത്യാവശ്യമുണ്ടെങ്കിൽ, ഗൌരവമുള്ള വിഷയമാണെങ്കിൽ പ്രോസിക്യൂട്ടർമാർ രാത്രിയിലും കോടതികൾ പോകുന്ന കീഴ്വഴക്കമുണ്ട്. കളവ് പറയരുത് അനിൽകുമാർ, നമ്മളൊക്കെ കോടതി പോകുന്നതല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ റിപ്പബ്ലിക് ഏതാണ് എന്ന് നിങ്ങൾ വിശദീകരിക്കണം. ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ പ്രോസിക്യൂട്ടർമാർ സർക്കാരിന്റെ നിലപാട് അതിശക്തമായി ഉന്നയിച്ചതിന്റെ പേരിൽ PC ജോർജിന് ജാമ്യം കിട്ടും എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എന്ത് തരം മൂഢമായ സ്വർഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ PC ജോർജിനെ അറസ്റ്റ് ചെയ്യോ? പറയൂ, PC ജോർജിനെ അറസ്റ്റ് ചെയ്യോ? ശരി. ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ മലീമസമായ ക്യാമ്പയിനുകൾ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആവർത്തിക്കുന്നു. നിങ്ങൾ ഒരു വശത്ത് CPMന്റെ രാഷ്ട്രീയ താൽപര്യങ്ങളെ, ഇസ്ലാമോഫോബിയെ തുറന്നെതിർക്കുന്നവരെ വംശീയമായി ആക്രമിക്കുന്നു, അവരെക്കുറിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു. മറുവശത്ത് RSSനെയും പോലീസിനെയും, കേരള പോലീസിന്റെ മുസ്ലിം വിരുദ്ധ സമീപനത്തെയും വിമർശിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ 153A കേസെടുക്കുന്നു. പോലീസിന് മതമുണ്ടോ അനിൽകുമാർ? RSSനെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് മതസ്പർദ്ധയാവുക എന്ന ചോദ്യമുണ്ട്. ഇതിലൊക്കെ അതിശക്തമായി സൈബർ സെൽ വളരെ സജീവമായി പ്രവർത്തിക്കുക. അങ്ങ് ചോദിച്ചല്ലേ എവിടെയാണ് ഈ വിദ്വേഷ പ്രചാരണം നടക്കുന്നത്? അബദ്ധത്തിൽ പോലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ പ്രചാരണായുധം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണത്. പാലക്കാട് അഗ്രഹാരങ്ങൾ വഖഫ് ബോർഡ് പിടിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് BJP അവിടെ പച്ചയ്ക്ക് ജനങ്ങളോട് പറഞ്ഞതാണ്. അബദ്ധത്തിൽ ഒരു BJP നേതാവ് ഞങ്ങളുടെ ചാനലിൽ വന്നിരുന്ന ആ കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനത്തിരുന്നാണ് എവിടെ വിദ്വേഷ പ്രചാരണം? നമ്മൾ നടപടിയെടുത്താൽ അവരങ്ങ് വളർന്നു പോയില്ലേ? നാളെ PC ജോർജ് പ്രധാനമന്ത്രിയാവില്ലേ എന്നൊക്കെ പേടിച്ച് നിങ്ങൾ ഇരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി രാജ്യത്ത് ഉയർന്നു വന്ന സമരത്തിന് നായകസ്ഥാനത്ത് ചെങ്കൊടി ഉണ്ടായിരുന്നു. ബാബറി മസ്ജിദ് പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ദേശീയ പ്രക്ഷോഭത്തിൽ ചെങ്കൊടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം സംഭാലിൽ പള്ളിയുടെ അടിയിൽ അമ്പലം ഉണ്ടെന്ന് നോക്കാൻ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരും ഒക്കെ ഇറങ്ങി തിരിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളുണ്ട്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ വീട് തെരഞ്ഞു പിടിച്ചിട്ട് JCB കൊണ്ട് ഇടിച്ചു പൊളിക്കാൻ വന്ന ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരെ മുന്നോട്ട് നിന്നത് ബൃന്ദ കാരാട്ടിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അന്നേരമെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്തൊരു പാർട്ടി എന്ന നിലയ്ക്കായിരുന്നു ഇവിടുത്തെ പ്രചരണം. ഞങ്ങളത് കേട്ടവരാണ്, ഇപ്പോഴും കേൾക്കുന്നവരാണ്. നാളെയും മുസ്ലിം ജനവിഭാഗം വേട്ടയാടുന്ന രംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി ഉയരും. എക്സെപ്റ്റ് കേരള, അങ്ങനെയാണോ? മതവിഭാഗം എന്ന നിലയ്ക്ക് ആ മതവിഭാഗത്തെ ആക്രമിക്കുന്ന നിൽക്കും. നിങ്ങൾ കേരളത്തിന് വെളിയിൽ അങ്ങനെയൊക്കെയാണ്, കേരളത്തിലല്ല എന്നാണോ? കുറെ നേരം ഇവിടെ വിളമ്പിയല്ലോ. അല്ലല്ല, ഞാൻ ഒന്ന് പറയട്ടെ, അത് നടക്കില്ല. ചർച്ചയ്ക്ക് വിളിച്ചാൽ അജിംസായി ഞാൻ മറുപടി പറഞ്ഞിട്ട് കേട്ടാൽ മതി. കുറെ നേരം വിളമ്പിയല്ലോ ഇവിടെ. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഏതെങ്കിലും മതത്തിൻ്റെ പാർട്ടിയായിട്ട് നിങ്ങളാരും വെക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി നിൽക്കുന്നില്ലോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, SDP-യുടെ സർട്ടിഫിക്കറ്റും വേണ്ട. SDP-യുടെ പേര് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു മഹാന് നൊന്തല്ലോ. നൊന്ത മഹാനോട് ഞാൻ പറയുകയാണ്, അവലും മല്ലും കരുതിക്കോ, കുന്തിരിക്കാൻ കരുതിക്കോ. നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്. ആരാ വിളിച്ചത് ആലപ്പുഴയിൽ? ഈ ഈരാറ്റുപേട്ടയെന്ന് പോയൊരു കൊച്ചിനെ തോളത്തിരുത്തിക്കൊണ്ട് അവിടെ പോയി വിളിച്ചതാരാ ആലപ്പുഴയിൽ? കേസെടുത്തപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ മുദ്രാവാക്യം? ആരാ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്? ആരാ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് കോലാഹലത്തോടെ മാർച്ച് നടത്തിയത്? SDP അല്ലേ? അവിടെ വിളിച്ച മുദ്രാവാക്യം മതസൗഹാർദ്ദ.
അതുകൊണ്ടൊരു PC ജോർജ് മാത്രമല്ല, 1000 PC ജോർജുമാർ വ്യത്യസ്ത മതങ്ങളുടെ പേരിൽ ഇവിടെ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കേരളത്തെ വർഗീയവൽക്കരിക്കെതിരെ നിൽക്കുന്ന തുരുത്താണ് കേരളം. അതിന് നേതാവ് പിണറായി വിജയൻ, ഇവിടെ സെൻകുമാർ അല്ല ഇവിടുത്തെ DGP. ഒരു വിട്ടുവീഴ്ചയില്ല. ഏറ്റവും കൂടുതൽ കേസെടുത്തിട്ടുള്ളത് സുരേന്ദ്രൻ്റെ പേരിലാണ്. അത് മഞ്ചേശ്വരം കോഴക്കേസാണെങ്കിലും സുൽത്താൻ ബത്തേരി കോഴക്കേസാണെങ്കിലും സുരേന്ദ്രൻ്റെ പേര് കേസില്ലേ? കൊടകരയിൽ അവരുടെ അടിത്തോറ് വരെ മാന്തിയിട്ട് ED-യുടെ കയ്യിലേക്ക് കടലാസ് എണ്ണി കൊടുത്തത് BJP-ക്കെതിരായ യുദ്ധമല്ലേ? പിണറായി വിജയൻ അറച്ചു നിൽക്കുക. ഈ മഞ്ചേശ്വരം കേസിന്റെ പരിണിതിയൊക്കെ നമുക്കറിയാലോ. നിയമവ്യവസ്ഥയുണ്ട്. സുരേന്ദ്രനെതിരായിട്ടുള്ള കേസുകളുടെ പരിണിതിയെ കുറിച്ച് പറയട്ടെ. നിങ്ങളെന്താ ഞാൻ കേൾക്കാത്തത്? ഓക്കെ, ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കാത്ത എന്താ? ഞാൻ പറയണെന്താ കേൾക്കാത്തത്? കേൾക്കാൻ മനസ്സിലാവില്ല നിങ്ങൾ പറയുന്നത് കേൾക്കാണ്. നിങ്ങൾ പറയാത്തത് ചിലത് പറഞ്ഞേ ഉള്ളൂ. ആ നിയമവ്യവസ്ഥ അനുസരിച്ചേ പറയാൻ പറ്റൂ. പറയട്ടെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങളൊന്ന് കേൾക്കൂ സാർ. നമ്മുടെ നിയമവ്യവസ്ഥയിലെ കേരള പോലീസിന് പ്രവർത്തിക്കാൻ പറ്റൂ. ആ നിയമവ്യവസ്ഥയ്ക്കകത്ത് കുറ്റകരമായതെന്തോ അത് നിയമ നടപടിയിലാണ്. ആ PC ജോർജിൻ്റെ പേരിൽ വിട്ടുവീഴ്ചയില്ല നീ ചാനലിടുന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ പറഞ്ഞ എന്നെക്കുറിച്ച്, ചാനലിടുന്ന എന്നെക്കുറിച്ച് ഞാൻ വേറെന്തോ രാഷ്ട്രീയ പറയണത്. ഏത് രാഷ്ട്രീയ പറയണത്? PC ജോർജിനെതിരായിട്ടല്ലേ ഞങ്ങൾ പറയണത്. പക്ഷേ PC ജോർജിന് മാത്രം എതിരായിട്ട് പറഞ്ഞാൽ അപൂർണമാണ്. RSSന് എതിരെ മാത്രം പറഞ്ഞാൽ അപൂർണമാണ്. അപ്പുറം രണ്ട് കൂട്ടരുമുണ്ട്. ഒരു കാലഘട്ടത്തിൽ മറ്റൊരു വർഗീയതയുടെ കൊമ്പത്തായിരുന്നു PC ജോർജ്. ഇപ്പോൾ അയാൾ വേറൊരു വർഗീയതയുടെ കൊമ്പത്ത് കയറിയിരിക്കുന്നു. ജോർജ് അവിടെ നിന്ന് മാറി ഇവിടെ മാറി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല വ്യത്യാസമുണ്ടോ? ഈ രണ്ട് ജോർജിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. നാളെ ഇത്തരം ജോർജുമാരെ എതിർക്കും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ചയുള്ള സ്റ്റേറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഏത് BJP-ക്കാരൻ്റെ ഏത് കേസാണ് പിടിക്കാത്തത്? ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, എന്താ കാൽപ്പാത്തി എന്തോ ഒരു വർത്താനം പറഞ്ഞു. ഉടനെ അത് വിദ്വേഷ പ്രസംഗത്തിന്റെ ലിസ്റ്റ് പെടുത്തിയിട്ട് കേസെടുക്കാൻ പറ്റും. അല്ല, കൽപ്പാത്തി അഗ്രഹാരം വഖഫ് ബോർഡ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ വിദ്വേഷ പ്രസംഗമല്ല എന്നാണ് അനിൽകുമാർ പറയുന്നത്. അനിൽകുമാർ അത് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചാനലിൽ വന്നിരുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് വിദ്വേഷ പ്രസംഗമല്ല. അങ്ങനെയാണോ? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ പറയുന്നത് അത് വിദ്വേഷ പ്രസംഗമല്ല, അങ്ങനെയാണോ? വഖഫ് ബോർഡിനെ കുറിച്ച് കഴിഞ്ഞ 3-4 മാസമായി കേരളത്തിൽ നടക്കുന്ന എന്തെങ്കിലും വിദ്വേഷ പ്രസംഗം CPM നേതാക്കൾ കേട്ടിട്ടുണ്ടോ? കേരള പോലീസ് കേട്ടിട്ടുണ്ടോ? കേസെടുത്തിട്ടുണ്ടോ? നിങ്ങൾ വിഡ്ഢിത്തരം പറയരുത്. ബി ഗോപാലകൃഷ്ണനെതിരെ പരാതി കൊടുത്ത ആളാണ് നമ്മുടെ സഹപാനലിസ്റ്റ്. കേസെടുത്തോ? അല്ലയോ? അല്ല, ബി ഗോപാലകൃഷ്ണനെതിരെ പരാതി കൊടുത്തയാളാണ് VR അനൂപ്. നിങ്ങൾ കേസെടുത്തിട്ടുണ്ടോ? എന്താ ബി ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചതെന്നറിയാമോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്ര ഉള്ള കാര്യം പറയട്ടെ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പൊളിറ്റിക്കൽ നിലപാടേ ഉള്ളൂ. കേസെടുക്കേണ്ടത് പോലീസാണ്. പോലീസ് കേസെടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടല്ല. ആ പോലീസ് ഭരിക്കുന്ന ആളാരാണ്? പോലീസ് ഒരു സ്വതന്ത്ര സേനയാണോ? ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ വില്ലും ഭരിക്കപ്പെടാത്ത ഒരു സേനയാണോ പോലീസ് സേന? അനിൽകുമാറിന്റെ വക്കാലത്ത് വേണ്ടതേ. പോലീസിന്റെ പണി എന്താ? ശബരിമലയിൽ വാവര് സ്വാമി ഉള്ളതുകൊണ്ട് അത് വഖഫ് ബോർഡ് കൊണ്ടുപോകുമെന്ന വിദ്വേഷ പ്രസംഗവും കലാപാഹ്വാനവും നടത്തിയ ബി ഗോപാലകൃഷ്ണനെതിരെ മാസങ്ങൾക്ക് ശേഷവും നടപടിയെടുക്കാത്ത ഒരു പോലീസാണ് PC ജോർജിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യം നേരിടുന്നത്. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന CPM ആണ്. വളരെ നന്ദി ശ്രീ VR അനൂപ്, ശ്രീ അനിൽകുമാർ, ശ്രീ അമീൻ ഹസൻ ഇത്രയും സംസാരിച്ചതിന്.